ഉലമാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ലോകത്ത് എല്ലായിടത്തും ജനങ്ങൾ നേരിട്ട് ബന്ധപ്പെടാനുള്ള പ്രതിബന്ധം എന്ന നിലക്ക് കോവിഡുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഉണ്ടായപ്പോൾ നമ്മുടെ മുത്തഅല്ലിമുകൾ, പ്രത്യേകിച്ച് ദർസ് കോളേജുകൾ, ശരീഅത്ത് കോളേജുകൾ, നാം ആലോചിച്ചത് അതെങ്ങനെ ഈ പ്രതിസന്ധിയെ മറികടക്കുമെന്നായിരുന്നു. അതിന്റെ ഫലമായി ദൈനംദിനം നിരവധി വെബിനാറുകളും വെർച്വൽ സംഗമങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മെ കൂടുതൽ പഠിക്കാനും വിഷയങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു വേദിയായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമുക്കിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം തശബ്ബുഹുമായി ബന്ധപ്പെട്ടതാണ്. തശബ്ബുഹ് എന്നത് ഐഡന്റിറ്റി എന്നത് ചർച്ച ചെയ്യുമ്പോൾ അവിടെയാണ് തശബ്ബുഹിന്റെ പ്രസക്തി ഉണ്ടാവുക. ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി നിലനിർത്താൻ അയാൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും മറ്റൊരാളോട് തശബ്ബുഹ് ചെയ്യുകയല്ല അയാൾ വേണ്ടത്, അയാൾ അയാളായി ജീവിക്കുകയാണ് വേണ്ടത് എന്ന് നാം സൈക്കോളജി ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ടല്ലോ. ഇതൊരു വ്യക്തിക്കാണെങ്കിൽ ഒരു സമൂഹത്തിനും ഒരു രാഷ്ട്രത്തിനും പ്രസ്ഥാനത്തിനും എല്ലാം ഇത് ബാധകമാണ്. നമ്മുടെ രാഷ്ട്രം മറ്റ് രാജ്യങ്ങൾക്കിടയിൽ വികസിക്കാൻ ശ്രമിക്കുന്നു, പുതിയ വാതായനങ്ങൾ വെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റൊന്നിനെ അനുകരിക്കലാണെങ്കിൽ അതിന് നമുക്ക് ജനങ്ങൾക്കിടയിൽ വില കുറയും. നമ്മുടെ സോഴ്സുകൾ ഉപയോഗപ്പെടുത്തി നാം വികസിപ്പിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു തന്ന, തൃപ്തിപ്പെട്ടു തന്ന വ്യവസ്ഥയാണ് വിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിക വ്യവസ്ഥിതിയിൽ നമ്മുടെ വൈയക്തികവും സാമൂഹികവും അതിന്റെ മറ്റു ക്രിയാത്മക മേഖലകൾ, സാമ്പത്തികവും എല്ലാമായ മുഴുവൻ വിഷയങ്ങൾക്കും അത് കൈകാര്യം ചെയ്യേണ്ട രീതികളും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട രീതികളും എല്ലാം ഉണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് മാറി ഇവിടെയുള്ള മറ്റേതെങ്കിലും വ്യവസ്ഥിതിയുടെ പിന്നാലെ നമ്മൾ പോകുന്നത് തീർച്ചയായും നാം വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന ആദർശങ്ങൾക്ക് എതിരായി വരും. ഇവിടെയാണ് തശബ്ബുഹ് എന്നതിന്റെ പ്രധാന പ്രശ്നം കൂടിയിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ നിങ്ങളോട് സൂചിപ്പിക്കുക എന്നതായിരിക്കും കുറഞ്ഞ സമയം കൊണ്ട് സാധിക്കുക. ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിൽ നമുക്കൊരു അല്പകാര്യങ്ങൾ ചർച്ച ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ആതൈനാ ബനീ ഇസ്രാഈലൽ കിതാബ വൽ ഹുക്മ വൻ നുബുവത വറസഖ്നാഹും മിനത് ത്വയ്യിബാതി وفضلناهم على العالمين وآتيناهم بينات من الأمر فما اختلفوا إلا من بعد ما جاءهم العلم بغيا بينهم إن ربك يقضي بينهم يوم القيامة فيما كانوا فيه يختلفون ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين
ലാ യഅലമൂൻ ഇന്നഹും ലൻ യുഗ്നു അൻക മിനല്ലാഹി ശൈഅ വഇന്ന الظالمين بعضهم أولياء بعض والله ولي المتقين. സൂറത്തുൽ ജാസിയ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ബനി ഇസ്രായേലുകാർക്ക് കൊടുത്ത ഉന്നതമായ അനുഗ്രഹങ്ങൾ, വലഖദ് ആതൈനാ ബനി ഇസ്രായേൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ വറസഖനാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലൽ ആലമീൻ. അവരായിരുന്നു ഇവിടുത്തെ നേതാക്കന്മാർ. പക്ഷെ അവർ പിന്നീട് അത് പാലിക്കാതെ വ്യത്യസ്ത വിഭാഗങ്ങളായി പരസ്പരം ആരോപിക്കുകയും പ്രസ്ഥാനത്തിൽ പിൻവാങ്ങുകയും ചെയ്തപ്പോ സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി, നബിയെ താങ്കൾക്ക് ഒരു സമ്പൂർണ്ണ വ്യവസ്ഥിതി അള്ളാഹു നൽകി. അതിനെ പിന്തുടരണം. വലാ തത്തബിഅ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ. അങ്ങനെ ഇടയിൽ ശബ്ദം പോകുന്നുണ്ടോ? മറ്റു പ്രസ്ഥാനങ്ങളുടെ വഴിയെ അല്ല നാം പിന്തുടരേണ്ടത് എന്ന് ഈ ആയത്ത് നമ്മെ അറിയിക്കുന്നു. മറ്റൊരായത്തിൽ വലൻ തർളാ അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദ അല്ലദീ ജാഅക മിനൽ ഇൽമി മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. സൂറത്തുൽ ബഖറയുടെ 120 ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുകയാണ്, വലൻ തർളാ അൻകൽ യഹൂദു വലൻ നസാറ. ആ രണ്ട് വിഭാഗവും താങ്കളെ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ കാര്യങ്ങളെ താങ്കൾ ചെയ്യുമ്പോഴാണ് അവർക്ക് സന്തോഷമാകുക. അപ്പോ നല്ല ഗുഡ് സർട്ടിഫിക്കറ്റും വേൾഡ് ലെവലിലുള്ള അംഗീകാര പത്രങ്ങളും സാമ്പത്തിക സഹായത്തിന്റെ ഓഫറുകളും എല്ലാം അവർ വെച്ചു നീട്ടും. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. അങ്ങനെ അതിന്റെ പിന്നാലെ പോയി സ്വന്തം ഐഡന്റിറ്റി നശിപ്പിക്കലല്ല. അള്ളാഹു തന്ന സന്മാർഗത്തിന്റെ മാർഗമാണ് ഹുവൽ ഹുദ, യഥാർത്ഥ സന്മാർഗം. അതുകൊണ്ട് വല ഇനി തബഅത അഹ്വാഅഹും ബഅദ അല്ലദീ ജാഅക മിനൽ ഇൽമി മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ എന്ന മുന്നറിയിപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് എത്ര ആയത്തുകൾ വേണമെങ്കിലും വിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്തുൽ ബഖറയുടെ 104 ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻദുർനാ വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. വിശ്വാസികളോട് അള്ളാഹു ഒരു അദബ് പഠിപ്പിച്ചതാണ്. അവരുടെ ഒരു കോഡ്, ആ കോഡ് എങ്ങനെ വേണമെന്ന്, അത് മറ്റുള്ളവരുടെ പിന്തുണ അവരെ പിൻപറ്റിക്കൊണ്ടുള്ളതാവരുത്. ലാ തഖൂലു യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലു റാഇനാ. പ്രത്യേക ഗൂഢ ലക്ഷ്യം വെച്ചുകൊണ്ട് ജൂതന്മാർ ഉപയോഗിച്ചിരുന്ന വാക്കാണ് റാഇന. ബാഹ്യമായ അതിന്റെ അർത്ഥം നല്ലതാണ്. അതിനകത്തവർ ചില ദുരുപദിഷ്ടമായ ചിന്തകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട. വഖൂലു ഉൻദുർന എന്ന് പറയുക. വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. അപ്പൊ ഇത്തരം ചർച്ചകളിൽ നമുക്ക് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ കർമ്മ നിരതരാക്കാൻ വേണ്ടി വിളിക്കുന്ന, നമ്മെ ക്ഷണിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന ആശയങ്ങളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി സന്ദർഭങ്ങൾ കാണാം.
عن ثابت بن الضحاك رضي الله عنه عن النبي صلى الله عليه وسلم قال من حلف بملة غير الإسلام كاذبا متعمدا وهو كما قال. ഗൈറുൽ ഇസ്ലാം, ഇസ്ലാം അല്ലാത്തൊരു മതത്തെ, അതിന്റെ ബഹുമാന ചിഹ്നങ്ങളെ സത്യം ചെയ്തു പറയാണ് ഒരാൾ. അപ്പോ ബിമില്ലത്തിൻ എന്ന് പറഞ്ഞതിന് വിശദീകരണം കൊടുത്തത് കാണാം. ഇസ്ലാം അല്ലാത്ത മറ്റു മില്ലത്ത്, യഹൂദിയത്തി വ നസ്രാനിയത്തി, അങ്ങനെയുള്ള മതങ്ങളെ, അതിന്റെ ചിഹ്നങ്ങളെ പിടിച്ച് ഒരാൾ സത്യം ചെയ്യാൻ, അത് മുതഅമ്മിദൻ, മനഃപൂർവം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാല, അഥവാ അതിനെ ബഹുമാനിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് പറയുമ്പോൾ അവൻ അതിന്റെ ആളായി മാറിക്കളയും. ഇപ്പം ഖുർത്തുബി അവിടെ ഉദ്ധരിച്ചു കാണാം, മൻകാന മുഅ്തഖിദൻ ബിതഅളീമി തിൽക്കൽ മില്ലത്തി അൽ മുഗായിറത്തി ലിമില്ലത്തിൽ ഇസ്ലാം, ഇസ്ലാം അല്ലാത്ത മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്ന, മതമെന്ന നിലക്ക് ആദരിക്കുന്ന രീതിയിൽ ഒരാള് ഇങ്ങനെയുള്ള സത്യവചകം പറയുകയാണെങ്കിൽ വഹീനഇദിൻ യകൂനു കാഫിറൻ ഹഖീഖത്തൻ, കാരണം അവർ മറ്റൊരു മതത്തിന്റെ ബഹുമാന്യ വസ്തുക്കളെയാണ് ഇവിടെ ബഹുമാനിക്കുന്നത്. കാരണം ഹൽഫ്, സത്യം പറയുന്നത് സാധാരണ ഏറ്റവും ബഹുമാന ആദരവുള്ളതിനെ വെച്ചാൽ പറയുള്ളൂ. അപ്പൊ നമ്മുടെ മതത്തിന്റെ ഷിയാറല്ലാത്ത മറ്റൊന്നിനെ ബഹുമാനിക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ തന്നെ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അത് അവരെ ബഹുമാനിക്കുന്നവനാവുകയും വഹീനഇദിൻ യകൂനു കാഫിറൻ ഹഖീഖത്തൻ എന്ന് സഹീഹുൽ ബുഖാരിയുടെ ശർഹായ ഉംദത്തുൽ ഖാരിയിൽ ബദറുദ്ദീൻ അൽ ഐനി രേഖപ്പെടുത്തിയത് കാണാം. അതല്ല വെറുതെ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി, മനസ്സിലൊന്നുമില്ല, അവരെ നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്ന് അവരൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണെങ്കിൽ, അതായത് ഹുവ കാദിബുൻ ലാ കാഫിറുൻ, വിശ്വാസത്തിലൊന്നും അവനൊരു പ്രശ്നമില്ല, അവരുടെ ഒരു ചിഹ്നങ്ങളെയും അവൻ ബഹുമാനിക്കൊന്നും ഇല്ല, പറഞ്ഞത് അവരെ അംഗീകരിക്കും പോലെ പറഞ്ഞത് ഒരു കദിബിന്റെ പറച്ചിലാണ്. അങ്ങനെയാണെങ്കിൽ കാദിബേ ആവുള്ളൂ, കാഫിർ ആവുകയില്ല എന്ന് അതിന്റെ താഴെ വിശദീകരിച്ചത് കാണാൻ കഴിയും. വമൻ ഇഅ്തഖദ തഅളീമ മില്ലത്തിൻ മിൻ മിലലിൽ കുഫ്രി ഫഖദ് ളാഹ അൽ കുഫാറ തശബ്ബഹ, മറ്റേതെങ്കിലും ഒരു മതത്തിനെയോ അതിന്റെ ചിഹ്നങ്ങളെയോ ബഹുമാനിക്കുന്ന ആള് അങ്ങനെ വിശ്വസിച്ചാൽ, ഇഅ്തിഖാദാണ് പ്രധാനം, അവൻ അവരോട്, അവരാണല്ലോ അതിനെ ബഹുമാനിക്കുക, അപ്പൊ ആ അവിശ്വാസികളോട് അവൻ സാദൃശ്യമുള്ളവനായി. അങ്ങനെ വരുമ്പോ ഫഖദ് കഫറ ഹഖീഖത്തൻ എന്നുകൂടി അവിടെ എഴുതിയത് കാണാൻ പറ്റും. ഇതിനെ തുടർന്നുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഹാഫിദുൽ ഇറാഖി അദ്ദേഹത്തിന്റെ തർഹു തസ്രീബ് ഫി ശറഹി തഖരീബ്, ഹാഫിദുൽ ഇറാഖി ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ മശായിഖന്മാരിൽ പെടുന്ന ആളും വലിയ മുഹദ്ദിസും ഫഖീഹും തുർമുദിയുടെ ശാരിഹും എല്ലാമാണ്. അദ്ദേഹത്തിന്റെ കിതാബാണ് തർഹു തസ്രീബ്. അതിൽ അദ്ദേഹം ഒരാള് ഈ പ്രപഞ്ചത്തിന്റെ പുതിയ ഭാഷയിലെ പരിണാമ കഥകളുണ്ടല്ലോ, എവല്യൂഷൻ തിയറി, അതിന്റെ വിവിധങ്ങളായ വകഭേദങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അവിടെയൊക്കെ അതിന്റെ അടിസ്ഥാന വസ്തുത, അത് നിയന്ത്രിക്കാൻ ഒരു ദൈവത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു അള്ളാഹുവിന്റെ ഒന്നും ആവശ്യമില്ല. അതിങ്ങനെ
പരിണമിച്ച് അങ്ങനെ പോയിക്കോളും എന്ന ചിന്തയാണ്. അപ്പൊ അതിൽ ദഹ്റിനാണ്, കാലത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഒരു സൃഷ്ടാവായ അള്ളാഹുവിന് അല്ല. അപ്പൊ അങ്ങനെ കാലത്തിലേക്ക് ചേർത്തുകൊണ്ട് പറയുന്ന ആളുടെ വിശ്വാസം എന്താകും? വലാ ശക്ക ഫീ കുഫ്രി മൻ നസബ തിൽക്കൽ അഫ്ആല ലിദ്ദഹ്രി ഹഖീഖത്തൻ. യഥാർത്ഥത്തിൽ തന്നെ കാലമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. വഅതഖദ ദാലിക, അത് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ആള് അത് കുഫറാണെന്നുള്ളതിൽ പിന്നെ സംശയം ഉണ്ടാവില്ലല്ലോ. വഅമ്മാമൻ ജറത്ത് ഹാദിഹിൽ അൽഫാദു അലാ ലിസാനിഹി, നാട്ടില് ആ ഒരു ശൈലിയിലുള്ള സംസാരം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു, അതിന്റെ വിശ്വാസമൊന്നും ഇല്ലാതെ തന്നെ ആളുകൾ അത് പറഞ്ഞു, ഒരു ആശംസ പോലെ പറഞ്ഞു പോകുന്നുണ്ട് എന്നൊരവസ്ഥ വന്നാൽ വലാ യഅതഖിദു സിഹ്ഹത ദാലിക, അതിന്റെ പിന്നിലുള്ള ആ നിരീശ്വരവാദമോ ദൈവനിഷേധമോ ഒന്നും അയാൾ വിശ്വസിക്കുന്നില്ല, അതെല്ലാരും പറയുന്ന ഒരു ആശംസാവാചകം അയാളും പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാണെങ്കിൽ ഫലൈസ ബികാഫിരിൻ വലാകിന്നഹു ഖദ് തശബ്ബഹ ബിഅഹ്ലിൽ കുഫ്രി, ഒരു സാദൃശ്യം അവരോട് വന്നിട്ടുണ്ട്, പക്ഷെ ഇത്കാദ് മാറാത്തതുകൊണ്ട് കുഫ്ർ വിധിക്കൂല, നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് വരും. റഹ്മത്ത് സരീഫിന്റെ 8-ാം വോള്യം 156-ാമത്തെ പേജിലാണ് ഞാൻ വായിച്ചത്. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു ഹദീസ്, ഇമാം തൊബറാനി ഉദ്ധരിച്ച ഒരു ഹദീസ്, സാഹിബു സിറായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാര് അവിടുത്തെ ക്ലാസ്സുകളിൽ പറയുന്ന നന്മകളും ആ നന്മകളുടെ ശ്രേഷ്ഠതകളും ഒക്കെ എല്ലാവരും പഠിക്കാൻ താല്പര്യം കാണിക്കുമ്പോൾ തിന്മ എന്താണ്, കുഴപ്പം എന്താണ്, ഫിത്ന എന്താണ്, അതെപ്പോഴാ വരിക എന്നൊക്കെ ചോദിക്കാൻ എപ്പോഴും മുന്നിലുണ്ടാകാറുള്ള ഹുദൈഫ ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൽ മുനാഫിഖൂന അല്ലദീന മിൻകുമുൽ യൗമ ശർറും മിനൽ മുനാഫിഖീന അല്ലദീന കാനൂ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ അഹ്ദി റസൂലില്ലാഹി എന്ന് ഉപയോഗിക്കുമ്പോൾ തിരുനബിയുടെ വഫാത്തിന് ശേഷമാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ വാക്യം പറയുന്നത് എന്ന് വ്യക്തം. തിരുനബിയുടെ കാലത്തുണ്ടായിരുന്ന മുനാഫിക്കുകളെക്കാൾ ഭയങ്കര കടുപ്പാണ് ഇക്കാലത്തുള്ള മുനാഫിക്കുകൾ എന്നാണ് പ്രയോഗം. അൽ മുനാഫിഖൂൻ അല്ലദീന മിൻകും അല്യവും, ഇപ്പോഴുള്ള ഈ കപടവിശ്വാസികൾ ഷർറുൻ, ഭയങ്കര മോശക്കാരാണ്, മിനൽ മുനാഫിഖീൻ അല്ലദീന കാനു അലാ അഹ്ദി റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ കാലത്തുള്ളതിനേക്കാൾ ഭയങ്കര കടുപ്പായി വരും. എന്താണ് കടുപ്പം? ഖുൽന വകൈഫ, അതെങ്ങനെ കടുപ്പം? ആല ഉലൈക കാനൂ യുഖ്ഫൂന നിഫാഖഹും വഹഉലൈ അഅലനൂഹു, തിരുനബിയുടെ സന്നിധിയിൽ ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ, അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഇന്നൽ മുനാഫിഖീന കാനൂ ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് അല്ലാഹു യഅലമു ഇന്നക റസൂലു അല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ വ്യക്തികളെ അവരുടെ മുഖംമൂടി അഴിച്ചു മാറ്റിയിരുന്നില്ല, അതാരും ആവാം. പക്ഷെ ഇന്നത്തെ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മുടെ ഇക്കാലത്തുള്ള മുനാഫിഖ് എന്താണ് അവസ്ഥ? ഹൗലായി അഅലനുഹു, ആ നിഫാഖിനെ അവർ പരസ്യമായിട്ട് കാണിക്കണം. അന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് ഇന്ന് നിങ്ങൾ വേണമെങ്കിൽ വിവിധ മതങ്ങളിലേക്കും മതമില്ലായ്മകളിലേക്കും ചേർന്ന് നിൽക്കുന്ന വിഭാഗങ്ങളുടെ ആധുനിക ടെക്സ്റ്റുകൾ മുഖപത്രത്തിലും മറ്റ് വേദികളിലും അവര് പടച്ചുവിടുന്ന വാക്കുകളൊന്ന് വായിച്ചു നോക്കൂ. അള്ളാഹുവിനെയും റസൂലിനെയും പുണ്യകരമായി ചെയ്യപ്പെടുന്ന കാര്യങ്ങളെയും ആദരവോടെ കാണുക എന്നൊരു രീതി പഴയകാലത്തുണ്ടായിരുന്നു എന്ന് നമ്മുടെ പഴമക്കാർക്ക് പറയുന്നത് കേൾക്കാം. ഒരു പ്രചരണ ജാഥ വന്നാൽ
അത് പള്ളിയുടെ അടുത്തെത്തുമ്പോൾ 2 മിനിറ്റ് മൗനം. പിന്നെ അവിടുന്ന് അപ്പുറം പോയിട്ടേ പിന്നെ അവർ വിളിക്കുള്ളൂ. എത്ര ശത്രുതയുള്ളവനാണെങ്കിലും അങ്ങനെയായിരുന്നു. ഇന്നിപ്പോ അത് നേരെ എതിരാണല്ലോ. പള്ളിയുടെ അടുത്തെത്തുമ്പോൾ സൗണ്ട് കൂട്ടാ ചെയ്യുക. അപ്പൊ ആ കാലം മാറുന്നതിനനുസരിച്ച് അവരുടെ ശൗര്യം അല്ലെങ്കിൽ ശത്രുത പുറത്തു കാണിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥയിലുള്ള ആളുകളോട് നമ്മൾ സാദൃശ്യം കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇസ്ലാമിനുണ്ടാക്കുന്ന പരിക്ക് എത്ര വലുതായിരിക്കും എന്നതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. ഇമാം തൊബറാനി ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ വായിച്ചത്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലക്കും ഹൽഫൽ ഖദ ബിൽ ഖദ. ഒരു റിപ്പോർട്ട് അങ്ങനെയാണ്. ശിബിറം ബി ശിബിരിൻ ദിറാഅൻ ബി ദിറാഇൻ എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. ഹത്താ ലൗ ദഖലു ജുഹ്റ ളബ്ബിൻ ലദഖൽതുമൂഹു ഖാലു യാ റസൂലല്ലാഹ് അൽ യഹൂദു വൻ നസാറ ഖാല ഫമൻ. മുൻകഴിഞ്ഞ ആളുകളുടെ ചര്യകളെ നിങ്ങൾ തേടി പിടിച്ച് പിൻപറ്റിക്കൊണ്ടിരിക്കും, ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. അവര് ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ നിങ്ങളും കയറും. അവര് കയറിയല്ലോ, അതെന്തോ ഭയങ്കര സംഭവമായിരിക്കും, ഒരു വെറുതെ ഒന്നും കയറൂലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളും പോയി അവിടെ കയറും. ഇത്രത്തോളം ചിന്താശൂന്യമായി അല്ലെങ്കിൽ നമ്മുടെ മത ചിഹ്നങ്ങളെയും നിർദ്ദേശങ്ങളെയും പരിഗണിക്കാതെ അവരെ പിന്നാലെ അങ്ങനെ പോകും എന്ന് പറഞ്ഞപ്പോ കാലു യാ റസൂലുള്ളാഹ് അൽ യഹൂദു വൻ നസാറയാണോ ഈ പറഞ്ഞ മങ്കാന ഖബലക്കും? അപ്പൊ റസൂലുള്ളാഹിന്റെ ചോദ്യം മറുപടി മറ്റൊരു ചോദ്യമാണ്, ഫമൻ, അല്ലാതെ പിന്നാര. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു. ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പൂർവിക വിഭാഗങ്ങൾ അവരുടേതായി ഉണ്ടാക്കി വെച്ച കുറെ രീതികളും തത്വങ്ങളും ഉണ്ട്. ചിലത് അവർ മതത്തോട് ചേർത്ത് പറയും, ചിലത് മതത്തോട് ചേർത്ത് പറയാതെ അതൊരു നാട്ടാചാരമാണ് അല്ലെങ്കിൽ അതൊരു ദേശീയാഘോഷമാണ് എന്നൊക്കെ പറയും. പക്ഷെ വിഷയം മതത്തിലേക്ക് ചേർത്ത് വെച്ചത് തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾ അതിന് പിറകെ ഒന്നിനു പിറകെ ഒന്നായിട്ട് അതിന്റെ പിന്നാലെ ഇങ്ങനെ പോകുന്ന അവസ്ഥ സംജാതമാകുമെന്ന് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പറഞ്ഞതൊന്നും എവിടെയും നമ്മൾ ഒരു വാക്യത്തിനെ ടച്ച് ചെയ്തിട്ടില്ല. വിഷയങ്ങൾ പറഞ്ഞ കുറെ ആയത്തുകളും ഹദീസുകളുമാണ് പറഞ്ഞത്. ഇനി ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു പരാമർശം എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. قال أبو حفص الكبير الحنفي من أهدى في النيروز بيضة إلى مشرك تعظيما لليوم فقد كفر بالله وأحبط أعماله. وقال القاضي أبو المحاسن حسن بن منصور من اشترى فيه شيئا لم يكن يشتريه في غيره أو أهدى فيه هدية إلى غيره فقد كفر. സാധാരണ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ അറബി ഇങ്ങനെ വായിക്കലൊന്നുമില്ല, നമ്മളിങ്ങനെ പറഞ്ഞു പോലെ. ഇതൊരു അല്പം അറബിയിൽ കേന്ദ്രീകരിച്ചത് നമ്മളെ ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ വിഷയങ്ങൾ പഠിക്കാനുള്ള ചില ഭാഗങ്ങൾ കയ്യിലുണ്ടാവണം എന്ന് കരുതിയത് കൊണ്ടാണ്.
അൻ അഹ്ദാഫിൻ നൗറൂസി, നൈ റൂസി യാവും ഉണ്ട്, അല്ലെങ്കിൽ നൗ റൂസി വാവും ഉണ്ട്. അത് എന്താണ് നൗറൂസ് എന്നതിന് വിശദീകരണങ്ങൾ നോക്കാം. അപ്പൊ അതിലുണ്ടാവുക ചില കാലഗണന അനുസരിച്ചുള്ള പുതുവർഷ ദിനം. ഇപ്പൊ നടക്കുന്ന ഡിസംബർ 31 ജനുവരി 1 ഒക്കെ ഇപ്പൊ നിലവിൽ തന്നെ ഭയങ്കര ആഘോഷമാണല്ലോ പല നാടുകളിലും. അതുപോലെ അവരുടെ കാലഗണന അനുസരിച്ചുണ്ടായിരുന്ന ഒരു പുതുവത്സരം, അത് തുടങ്ങിയിരുന്നത് ثم تبدأ طقوس هذا العيد في ليلة الأربعاء الأخيرة من السنة الشمسية. വർഷം തീരാൻ പോകുമ്പോഴുള്ള അവസാനത്തെ ബുധനാഴ്ചയാണ് ഈ ആഘോഷം തുടങ്ങുക എന്നതാണ് അവരുടെ ചിട്ട. എന്നിട്ട് പിന്നെ അവിടെ ഭയങ്കരമായ വിളക്കും പൂത്തിരിയും ഒക്കെ കത്തിക്കലും, ആളുകൾ വട്ടം കൂടി ആഘോഷിക്കലും, ഇങ്ങനെ നിരവധി ചിട്ടകളാണ് നൗറൂസിന്റെ ആഘോഷം. ഈ ആഘോഷത്തെ ബന്ധപ്പെടുത്തി ഇവിടെ പറഞ്ഞ ഇബാറത്ത് എന്താ? മൻ അഹ്ദാഫിൻ നൗറൂസ് ബൈളത്തിന്, ഒരു മുട്ടക്കഷ്ണെങ്കിലും ഒരാള് ആ ദിവസത്തിന് ഒരു മുശ്രിക്കിന് സംഭാവന കൊടുത്തു, തഅളീമൽ യൗമി, ആ ദിവസത്തെ ബഹുമാനിച്ചു, ഫഖദ് കഫറ ബില്ലാഹി തആല വഅഹബത അമലഹു. അപ്പോ ഇഅ്തിഖാദ് കഫറ എന്ന് പറയുമ്പോൾ എവിടെ വായിച്ചാലും എന്ത് മനസ്സിലാക്കണം? അവൻ നിലവിലുണ്ടായിരുന്ന ഇഅ്തിഖാദിന് മാറ്റം വരണം. കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാന അഖീദയാണല്ലോ. അപ്പൊ ആ അഖീദയിൽ ഊന്നിയ വിശ്വാസത്തിനെതിരാണ് ഈ ദിവസത്തെ ബഹുമാനിക്കുന്നത്. ഇത് ഞാൻ വായിച്ചത് അല്ലാമ മുല്ല അലിയുൽ ഖാരിയുടെ മിർഖാത്തിന്റെ ഉദ്ധരണിയാണ്. അദ്ദേഹം പറഞ്ഞത് എവിടെയാണ്? അല്ലാഹു തആല നമുക്ക് 2 ആഘോഷങ്ങൾ തന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ആഘോഷങ്ങൾക്ക് പകരം 2 ആഘോഷം അല്ലാഹു തആല നമുക്ക് തന്നു. അതാണ് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. അപ്പൊ പഴയതൊക്കെ ഒഴിവാക്കി. അപ്പൊ അങ്ങനെ പഴയത് ഒഴിവാക്കിയിട്ട് പകരം നമുക്ക് ഈ 2 ആഘോഷം തന്നിട്ട് അത് അംഗീകരിക്കേണ്ട നമ്മൾ പിന്നെയും ഈ പൂർവ്വ സമുദായങ്ങളുടെ നൗറൂസുമായി കെട്ടിമറിഞ്ഞ് അന്ന് ആശംസകൾ അയക്കാനും അന്ന് സ്റ്റാർ അടിക്കാനും ഇമോജി അയക്കാനും തിരക്ക് കൂട്ടുന്ന അവസ്ഥയാണ്. എന്ന് വന്നാൽ അന്ന് ഒരാൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് സമ്മാനിച്ചാൽ അത് തഅളീമൽ യൗമാണെങ്കിൽ അവിടെയാണ് ഫഖദ് കഫറ ബില്ലാഹി തആല വഅഹബത അഅമാലഹു എന്ന് പറഞ്ഞത്. വേണമെങ്കിൽ ഇത് ഹനഫിയാണ് ആ പറഞ്ഞ ആള്, അബൂ ഹഫ്സുൽ ഹനഫിയാണ്. രണ്ടാമത് വായിച്ചതും ഹസൻ ഇബ്നു മൻസൂറുൽ ഹനഫിയാണ്. ഉദ്ധരിക്കുന്നതും മുല്ല അലിയുൽ ഖാരിൽ ഹനഫിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ വിഷയത്തിൽ അങ്ങനെ ഹനഫി ഷാഫി തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അഖീദ മാറുന്നുണ്ടോ, അതിന് ഇളക്കം തട്ടുന്നുണ്ടോ എന്നതാണ് ഇവിടെ മദാർ. ഷഫയുടെയും മറ്റ് ഇബാറത്തുകൾ സൗകര്യം പോലെ നമുക്ക് പിന്നെയും വായിക്കാം. അപ്പൊ ഇവിടെ വന്നത് അതിനു മുമ്പ് അദ്ദേഹം ഉദ്ധരിച്ച ആയത്തുണ്ട്, ഖാലല്ലാഹു തആല ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു. നാം സന്തോഷിക്കേണ്ടത് അള്ളാഹുവിന്റെ ഫളിൽ റഹ്മത്തിനെ കൊണ്ടാണല്ലോ, അല്ലാതെ ഇവരുടെ കണക്കനുസരിച്ചുള്ള പുതുവത്സരം വരുമ്പോഴല്ലല്ലോ. അതിന് അടിവരയിട്ടുകൊണ്ട് മുല്ലാ അലിൽ ഖാരിയുടെ ഷെയ്ഖായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാ ഉണ്ട്. ഇവിടെ ഹാഫിദ് ബിൻ ഹജർ അൽ അസ്ഖലാനിയെ തൊട്ടാണ് ഉദ്ധരിക്കുന്നത്. ഖാല ഇബ്നു ഹജർ
അത് വഖഅ ഫീ ഹാദിഹിൽ വർത്തത്തി അഹ്ലു മിസ്ര വനഹുഹും. ഇങ്ങനെ ഈ സന്തോഷം, അവരുടെ ആഘോഷം വരുമ്പോഴുള്ള ഈ സന്തോഷ പ്രകടനത്തിന്റെ ഒരു പൊതുവേദിയായി മാറിയിട്ടുണ്ട് അഹ്ലു മിസ്രൊക്കെ. ഇന്നൽ ഇമം ബിഹാ മിനൽ യഹൂദി വന്നസാറ, അവിടെയുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും ആ ദിവസത്തെ തഅളീമൻ ഖാരിജൻ അനിൽ ഹദ്ദി ഫി അയാദിഹിം, ഭയങ്കരമായ ബഹുമാനം. അപ്പൊ എന്താക്കും, അതിന്റെ കൂട്ടത്തിൽ നമ്മളെ കുറെ ആളുകൾ പോയി കൊടുക്കെടുക്കും. കസീറും അഹ്ലിയായി യുവാഫിഖൂനഹു, ഇവരെ കൂടെ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില വീട്ടുകാര് ആ വീട്ടിലുള്ള വീട്ടുകാരിയും കുട്ടികളും ഗൃഹനാഥനോട് പറയാണ്, അത് നമ്മക്ക് ഇവിടെ ആക്കണം. ഒരു പ്രത്യേക വിശേഷാൽ പലഹാരമോ വിശേഷാൽ ഡ്രസ്സോ ഒക്കെ അന്ന് അതിനെ ബഹുമാനിച്ചുകൊണ്ട് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ മുസ്ലിം കുടുംബനാഥന്റെ വീട്ടുകാർ പറയാണ്, അത് നമുക്ക് വേണിപ്പം ചെയ്യണം, നമുക്കത് ആ ഡ്രസ് വാങ്ങണം. അപ്പൊ അവിടെ ഇസ്ലാമിന്ന് ഭിന്നമായി വരണമെങ്കിൽ നമുക്കവിടെ എന്തു പറയണം? തഅളീമനായിട്ടും അത് അഖീദയെ ബാധിക്കുന്ന രീതിയിലാണെങ്കിലേ കുഫ്റ് കൊണ്ട് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതുണ്ടാവില്ല, ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവും. നിരുത്സാഹപ്പെടുത്തുന്നതിന്റെ ഹുദൂദിൽ എവിടെയാണ്? ഒന്നുകിൽ അശദ് തഹരീമായിരിക്കും, അല്ലെങ്കിൽ കറാഹത്തിന്റെ തശ്ദീദായിരിക്കും. ഇങ്ങനെ അത് ഓരോ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കാം. ശരി, അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു തശബ്ബുഹ് എന്ന് പറഞ്ഞ വിഷയം ചർച്ച ചെയ്യുകയാണെങ്കിൽ അവിടെ ആദ്യം ഓതുന്ന ഒരു ഹദീസ് നമ്മൾ ഇതുവരെ ഓതിയില്ല. അത് ഓന്ന് പറഞ്ഞാൽ സാധാരണ ഓതാൻ തോന്നുന്ന, അതെന്താണ്? മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഇമാം അബൂ ദാവൂദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഖബറാനി ഔസത്തിൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു തൊട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മിസ്റ്റർ അൽബാനി അദ്ദേഹത്തിന്റെ സഹീഹുൽ ജാമിഅ്, ജാമി പറഞ്ഞാൽ ഇമാം സുയൂത്തിന്റെ ജാമി സഗീർ, അതിന്റെ സഹീഹിൽ ഈ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് അയാൾക്ക് വില കൂടിയതുകൊണ്ട് പറഞ്ഞല്ല, അങ്ങനെ നിഷേധിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ആള് പറഞ്ഞു എന്ന് പറഞ്ഞാണ്. അപ്പോ നമ്മുടെ ഉലമാ പലരും അതിനെ, ആ ഹദീസിനെ വിലയിരുത്തിയിട്ട് അതിൽ ചില റിജാലിലും ദുഅഫുണ്ട്, പക്ഷെ ഒരുപാട് സനദ് തുറുക്ക് വേറെ ഉള്ളതുകൊണ്ട് ഒരു മുഅ്തദിലായ നിലക്ക് പറയുകയാണെങ്കിൽ അത് ഹസനായ ഹദീസാണ്. എന്നാൽ ഇബ്നു ഹിബ്ബാനിനെ പോലുള്ള ചിലർ അത് സഹീഹാക്കിയിട്ട് തന്നെയുണ്ട് എന്നതാണ് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന ഹദീസിന്റെ പ്രാമാണികമായ പ്രാബല്യം. ഹസന് തെളിവെടുക്കാൻ പറ്റുന്ന ഹദീസാണ്, സഹിയാണെങ്കിൽ പിന്നെ ചോദിക്കും വേണ്ട. അപ്പൊ ഈ ഹദീസില് ഒരു ഖൗമിനോട് തശബ്ബുഹായാൽ അതിൽപ്പെട്ടവനായി എന്നാണല്ലോ ഉള്ളത്. ഈ തശബ്ബുഹ് എങ്ങനൊക്കെ വരാം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാരകമാകുന്നത് ഇഅ്തിഖാദിലുള്ള തശബ്ബുഹ് ആയിരിക്കും. അപ്പൊ ഇഅ്തിഖാദോടുകൂടെ തശബ്ബുഹ് ആകുന്ന അവസ്ഥയാണ് ഒന്ന്. രണ്ട്, ഇഅ്തിഖാദില്ല, കർമ്മങ്ങളാണ്. പക്ഷെ ആ കർമ്മം എന്ത് കർമ്മാണ്? ഇവര് മാത്രം അവരുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന കർമ്മാണ്. അത് രണ്ടാമത്തത്. മൂന്നാമത്തെ നില വരുമ്പോ അത് ആദത്താണ്. ഒരു നാട്ടുകാരുടെ, ഒരു ദേശക്കാരുടെ, ഒരു കാലക്കാരുടെ ഒക്കെ ആദത്താണ്. പക്ഷെ എന്നാലും കൂടുതൽ ചെയ്യുന്ന ആരാണ്? ഈ വിഭാഗമാണ് എന്ന് വരുന്നത് അതിന്റെ മൂന്നാമത്തെ പദവിയായിട്ട് വരും. ഇങ്ങനെ തശബ്ബുഹിന്റെ ഇനങ്ങൾ ശ്രദ്ധിക്കുകയും ആ ഇനങ്ങളിൽ എത്രത്തോളമാണ് മൻ തശബ്ബഹ ബി ഖൗമിൻ എന്ന നിലക്ക് ഇവൻ തശബ്ബുഹ് ആയത്, അതിനനുസരിച്ച് ഫഹുവ മിൻഹും എന്നതിന്റെ ഹുക്മ് അവിടെ വരും എന്നാണ് ഈ ഹദീസിനെ കുറിച്ചുള്ള നിരവധി സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഹാഫിള് സുയൂത്തി ഇമാമ് തന്റെ
അൽ ജാമിഉ സഗീറിൽ ഈ ഹദീസ് കൊണ്ടുവന്നു. ജാമിഉ സഗീറിന് നിരവധി ശുറൂഹുകളുണ്ട്. ഇമാം മുനാവിയുടെ ഫൈദുൽ ഖദീർ പോലുള്ള, തൈസീർ പോലുള്ള. അപ്പൊ അതിലൊക്കെ ഇതിന്റെ ശറഹ് വിശദമായി തന്നെ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതിനു പുറമെ സാക്ഷാൽ ഇബ്നു തൈമിയ തന്നെ ഈ ഹദീസിനെ കുറിച്ച് സനദുഹു ജയ്യിദുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അൽബാനി വേഗം സഹിയാക്കിയത്. ഹാഫിദുൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ സനദുഹു ഹസനുൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തശബ്ബുഹിന്റെ വിവിധ ഇനങ്ങൾ പറയുമ്പോൾ മറ്റു കുറെ ചർച്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കൃത്യമായി വായിക്കേണ്ട ഒരു ഇബാറത്ത് സമയം എവിടെയായി കാണിക്കുന്നുണ്ട്. 40 പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോ നമുക്ക് വിഷയത്തിൽ വരേണ്ട പ്രധാനപ്പെട്ട 2-3 സ്ഥലങ്ങൾ പരാമർശിച്ചാൽ പിന്നെ സമയം കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ പറയാലോ. നിങ്ങൾക്കറിയാം, ഫിഖ്ഹില് തശബ്ബുഹിന്റെ ഏറ്റവും മാരകമായ വിധി ഇപ്പൊ എന്താന്നാ പറഞ്ഞത്? ഇത്തിഖാദിൽ വരുന്ന പരിക്കല്ലേ. അപ്പൊ അതെവിടെ ചർച്ച ചെയ്യാ? അത് റിദ്ദത്തിന്റെ ബാബിലാണ് ചർച്ച വരിക. അതിന്റെ താഴെയുള്ള പരിക്കുകൾ ഷഹാദത്തിന്റെ ബാബിൽ വരും. കാരണം ഇയാൾ ഷഹാദത്തിന് പറ്റുന്ന ആളായിട്ടുണ്ടോ പറ്റാതായിട്ടുണ്ടോ എന്നറിയുന്നതിന് ഷഹാദത്തിന് ബാബിൽ വരും. ഇത് ചെറിയ ചില ചർച്ചകളൊക്കെ വലീമത്തുൽ ഉറുസ്, അതിന് പോണോ പോണ്ടേ, അപ്പൊ ഇങ്ങനത്തെ ഒരു ആചാരം അവിടെ ഉണ്ട്, അപ്പൊ അതോട് പോണോ എന്ന് ചിലക്ക് ഫുഖഹാ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ അതില് തുഹ്ഫയുടെ 9ാമത്തെ വാള്യം നമ്മുടെ പ്രാമാണികമായ ഒരു പേജ് പറയുന്ന തുഹ്ഫ ഉണ്ടല്ലോ, 10 വാള്യുള്ള, അതിന്റെ 9ാം വാള്യം 91 പേജിൽ കാണാം. ഔ സുജൂദിൻ ലി സ്വനമിൻ ഔ ഷംസിൻ. സ്വനമിനോ ഷംസിനോ സുജൂദ് ചെയ്താൽ അത് റിദ്ദത്തിനുള്ള കാരണമാണ്. ഔ മഖ്ലൂഖിൻ ആഖറ, വേറെ ഏതെങ്കിലും ഒരു മഖ്ലൂഖിനോ. സുജൂദ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് അത് വലിയ വിഷയമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവനൊരു സിഹറുമായി സഹകരിച്ചു. സിഹർ എന്താണ്? ഫീഹി നഹ്വ ഇബാദത്തി കൗക്കബിൻ, ഒരു നക്ഷത്ര ആരാധനയൊക്കെ ഉള്ള ഒരു രീതിയാണ്. അങ്ങനെ വരുമ്പോ അത് റിദ്ദത്തിന്റെ അംശമായി മാറും. ലിഅന്നഹു അസ്ബത ലില്ലാഹി തആല ശരീകൻ എന്ന്. അത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കുഫറിന്റെ വാദങ്ങൾ പറഞ്ഞാലും അത് വിശ്വസിച്ചാലും ആ അർത്ഥത്തിൽ സനമിന് സുജൂദാലും പിന്നെ കുഫറാവേണ്ടതല്ലേ, ഉറപ്പല്ലേ. പക്ഷെ അതിന്റെ രൂപം ചിലപ്പോൾ ആദത്തിൽ സംഭവിക്കാം. ആദത്തിൽ സംഭവിക്കുമ്പോ തമാശ പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരുപാട് ചെറുപ്പക്കാര് കേരളത്തിൽ മാത്രമൊന്നുമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും റോഡ് മേലെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു. ഒരുപാട് കേസുകളുണ്ട് അങ്ങനെ വരും. അപ്പൊ കുഴഞ്ഞു വീണ് മരിച്ചു പറഞ്ഞ മരണത്തിന് മുമ്പ് ഇയാള് വീഴുമല്ലോ, താഴേക്ക് വീഴൂലേ. അപ്പൊ അങ്ങനെ വീഴുന്നത് ഈ പറയുന്ന ഒരു സനമിന്റെ മുമ്പിലോ മറ്റോ ആയിപ്പോയി എന്നൊരു ഇൽത്തിറാറിന്റെ ഘട്ടം നമ്മൾ പരിഗണിക്കാം. അപ്പൊ അതിങ്ങനെ വിശ്വസിച്ചിട്ടൊന്നും അല്ലല്ലോ. പാദത്തൻ നിലക്കോ ഇൽത്തിറാറൻ നിലക്കോ വരുന്നത് ആ സംഭവമാണെങ്കിൽ അത് ഇതിൽ പെടില്ല. ആ തഅലീമാണെങ്കിൽ യുദ്ധത്തിൽ പെടും. അവിടെ ഇമാം എണ്ണിപ്പറഞ്ഞ സുജൂദ് തന്നെ ആവണമെന്നില്ല, റുക്കൂ ആയാലും മതി, ഇൻഹിനാ ആയാലും മതി. ഈ വിഷയം അവിടെ ഉണ്ടെങ്കിൽ അത് യുദ്ധത്തിലേക്ക് ചേർക്കും.
അപ്പം തശബ്ബുഹിന്റെ ഏറ്റവും മാരകമായ പ്രശ്നം നമ്മൾ കാണുന്നത് അതുവിന്റെ ഇത്തിഖാദിനെ ബാധിക്കുകയും കുഫറിലേക്ക് എത്തുകയും ചെയ്യുക എന്നതാണ്. അപ്പൊ ചിലർക്കെങ്കിലും ഒരു വാദം ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ വെറുതെ കടുപ്പം കൂട്ടി പറയണം, അങ്ങനൊന്നുമില്ല. അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഒരു മുസ്ലിം പോയിട്ട് ഇങ്ങനെ കുഫറിന്റെ അതിലൊക്കെ ചെന്ന് പെടുക എന്ന ചോദ്യത്തിന് ആധുനിക പണ്ഡിതന്മാർ ചില മറുപടി പറയുന്നുണ്ട്. മറുപടി എങ്ങനെയാ പറയുന്നത്? അവരുടെ ആദത്തിലേക്ക് ചെന്നാൽ നിങ്ങളുടെ ഈമാനിന്റെ കടുപ്പം കുറഞ്ഞ് കുഫറിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നതിന് ഒരു അക്സ് കൊണ്ട് ഉദാഹരണം. അക്സ് എന്താണ്? മുസ്ലിം ഭൂരിപക്ഷ നാടുകളിൽ ജോലി ആവശ്യാർത്ഥവും മറ്റുമൊക്കെ താമസിക്കുന്ന അയറു മുസ്ലിങ്ങൾ ഉണ്ടല്ലോ, അവര് വലിയ ജോലിയും വലിയ ഹൈ ശമ്പളമൊക്കെ ആയിട്ട് വന്ന് താമസിക്കുന്നവരാണ്. പക്ഷെ അവിടുത്തെ സിസ്റ്റം എന്താണ്? അവിടുത്തെ സിസ്റ്റം ഇസ്ലാമിക സിസ്റ്റം ആയിരിക്കും. വെള്ളിയാഴ്ച ലീവാണ്, ശനിയാഴ്ച മുതൽ വർക്കിംഗ് ഡേ തുടങ്ങും, രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന വർക്കിംഗ് ടൈമാണ്. ഇങ്ങനെയുള്ള സിസ്റ്റം ആയിരിക്കും അവിടെ. റമദാനിൽ പകലൊഴിവ്. ഈ സിസ്റ്റവും റമദാനിൽ പകലൊഴിവാകുമ്പോൾ സ്വാഭാവികമായിട്ടും മഗ്‌രിബിന്റെ സമയത്ത് ഇഫ്താറിനെ എല്ലാവരും പോയി കൂടുമ്പോൾ ഇവരും പോയി കൂടും. ചുരുക്കത്തിൽ നമ്മുടെ ആചാരങ്ങളുമായി കൂട്ടുപണഞ്ഞ് കുറെ കഴിയുമ്പോൾ എന്തായി വരും? അവരുടെ മതത്തിലുള്ള വിശ്വാസത്തിൽ തഖ്ഫീഫ് സംഭവിക്കുന്നു, നമ്മളോട് അവർ കൂടുതൽ ഇടപഴകുന്നു എന്നൊരവസ്ഥ യാഥാർത്ഥ്യപൂർവ്വം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇനി അത് തിരിച്ചു വെച്ചു നോക്ക്, അപ്പൊ മനസ്സിലാവും എന്ത്? ഒരു വിഭാഗത്തിന്റെ യഥാർത്ഥ ആചാരത്തോട് നാം ബന്ധപ്പെടുമ്പോൾ അതിലൂടെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അപകടം വിശ്വാസത്തിന് പരിക്കു പറ്റും എന്നതാണ് പറയാം. അപ്പൊ ഈ അർത്ഥത്തിൽ തശബ്ബുഹിന്റെ ഒന്നാം ഇനം അതാണ്. അതിൽ നൗറൂസ് പറഞ്ഞല്ലോ നമ്മൾ. നൗറൂസ് പറഞ്ഞാല് അവരുടെ ഈ സൂര്യ കലണ്ടർ എന്ന് പറയുന്നത് ഇപ്പൊ അടുത്ത കാലത്ത് വന്നതൊന്നുമല്ല. പഴയ കാലത്ത് തന്നെ സൂര്യകാലനും ചന്ദ്ര കലണ്ടറും ഉണ്ട് നമുക്കറിയാം. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറഞ്ഞപ്പോ അവിടെ പറഞ്ഞില്ലേ 300 കൊല്ലത്തേക്ക് 9 കൊല്ലം കൂടിയെന്ന്. അപ്പൊ അവിടെ ജലാലിയിൽ എന്ത് പറഞ്ഞു? ആ 9 കൊല്ലം കൂടിയത് ചന്ദ്ര കലണ്ടർ ആയതുകൊണ്ടാണ്, കമറല്ലേ. 300 കൊല്ലത്തേക്ക് 9 കൊല്ലം കൂടി, 100 കൊല്ലത്തേക്ക് 3 കൊല്ലം കൂടി, ഒരു കൊല്ലത്തിന് 33 കൊല്ലത്തിന് ഒരു കൊല്ലം എന്ന വ്യത്യാസം. അപ്പൊ ചാന്ദ്ര കലണ്ടറും സൗര കലണ്ടറും ഒക്കെ പണ്ടേ ഉണ്ട്. അപ്പൊ അവരുടെ സൗര കലണ്ടർ അനുസരിച്ച് വരുന്ന പുതുവർഷ ദിനമാണ് നേരത്തെ പറഞ്ഞ നൗറൂസ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ വസന്തം വരവിന്റെ ആഘോഷമാണ് എന്ത്? ഞാൻ പറയണ്ടല്ലോ, അങ്ങനെ അറിയാലോ. അപ്പൊ അതൊരു ദേശീയ ആഘോഷമാണ്, അതിൽ മതപരമായിട്ടൊന്നുമില്ല എന്നൊരു വാദം. മതപരമായിട്ട് ഒന്നുമില്ല പറഞ്ഞാൽ ആദത്തനുസരിച്ച് ഇപ്പൊ മതപരമായിട്ട് ഒന്നും ചിലപ്പോൾ കാണുന്നില്ല എന്ന് നോക്കുക. പക്ഷെ ഇവിടെ നൗറൂസിന്റെ അന്ന് രാത്രി പകലുമായിട്ട് പ്രത്യേക തരം ചില വിളക്കുകൾ കത്തിക്കലും ചില പ്രത്യേക രീതിയിൽ വസ്ത്രങ്ങളും മറ്റൊക്കെ സംവിധാനിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ഈ പറയപ്പെടുന്ന ആഘോഷത്തിന്റെ അന്ന് എവിടെ നിന്നൊക്കെയോ പുഷ്പങ്ങളൊക്കെ സംഘടിപ്പിച്ച് അത് പ്രത്യേക രീതിയിലായെങ്കിലേ സംഭവം നടക്കുള്ളൂ എന്ന് വരുന്നു. പ്രത്യേക തരം മുണ്ട് വാങ്ങുന്നു, ഷർട്ട് വാങ്ങുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളും അതിനുവേണ്ടി നിർബന്ധിക്കുന്നു. അപ്പൊ രക്ഷിതാവ് രക്ഷയില്ലാതെ പോയി വാങ്ങിക്കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഏത് രീതിയിലാണ് നാം ബോധവൽക്കരണം നടത്തേണ്ടത്? തശബ്ബുഹിന്റെ പിടിയിൽപ്പെടാതെ നമ്മുടെ അസ്തിത്വം നിലനിർത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള വിദ്യാഭ്യാസം, ബോധവൽക്കരണം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അത് വലിയൊരു പരിക്കായിരിക്കും. അപ്പൊ തന്നെ അവിടെ ഒന്നുകൂടി ഇറങ്ങി ചർച്ച ചെയ്താൽ, ഒരു ഭക്ഷണ സാധനം അത് നമ്മുടെ മലബാറിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ തെക്കൻ കേരളത്തിന്റെ ചില ജില്ലകൾ ഈ പറഞ്ഞ അഹിൽ കിതാബിൽപ്പെട്ട ചിലര് ഭൂരിപക്ഷം താമസിക്കുന്ന ഏരിയകളാണ്. ആ ഏരിയകളിൽ രാവിലെ പ്രാതലിന് ചില പ്രത്യേകതരം പലഹാരങ്ങൾ ഉണ്ടാക്കും. അത് അവരെന്നെ ഉണ്ടാക്കുള്ളൂ. നമ്മുടെ ഭാഗത്തൊക്കെ കുറവായിരിക്കും.
അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പലഹാരം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഒരാള് പുതുതായി കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരിയായ ഭാര്യയ്ക്ക് വേണ്ടി അങ്ങാടിയിൽ നിന്ന് ഒരു പാചക റെസിപ്പിന്റെ പുസ്തകം വായിക്കണം. അതിൽ ഈ പറയുന്ന പലഹാരമുണ്ട്, നാളെ നമുക്ക് അതായിക്കോട്ടെ. അത് നമ്മൾ ഇതിനോട് കെട്ടിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ടോ? ഇല്ല. കാരണം അത് ആ ഒരു അവസ്ഥയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല. അതിന്റെ പ്രചാരം ഒരു ഭാഗത്ത് ഒതുങ്ങിപ്പോയി എന്നേ ഉള്ളൂ. അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ ഒരു വിഭാഗം ചെയ്യുന്നു, ഒരു പ്രദേശത്ത് ചെയ്യുന്നു എന്നതല്ല, അതിന്റെ അടിസ്ഥാനം ഒരു മതപരമായ വിശ്വാസമാണ്, ഒരു ആദർശമാണ്. അതില് അവരുടേതായ കഥകളൊക്കെ ഉണ്ടാവും. ഒരു മതമാകുമ്പോൾ അതിന്റെ രീതിയിലുള്ള പലതരം കഥകളുണ്ടാവും. ബൈബിള് വായിക്കാനൊന്നും നമ്മൾ ആരെയും പ്രോത്സാഹിപ്പിക്കലില്ല. വായിക്കരുതെന്നല്ല നമ്മൾ പറയാ, മുൻഹരിഫായ കൃതികളൊന്നും വായിക്കരുതെന്നല്ല. പക്ഷെ അത് ഖണ്ഡന ഉദ്ദേശത്തോടു കൂടെ വായിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാമല്ലോ നബിമാരെ കുറിച്ചൊക്കെ എന്തൊക്കെ കഥകളാണ് ബൈബിളിൽ പറയുന്നത്. ചിലര് തമാശയിൽ പറഞ്ഞു, ഇത് സാധാരണയുള്ള കഥകളൊന്നും അല്ലാതെ കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ള കഥകൾ വേണമെങ്കിൽ ബൈബിളിന്റെ ഇത്രാം അധ്യായത്തിന്റെ ഇന്ന വാചകം വായിച്ചാൽ മതി എന്ന് വരെ പറയുന്ന രീതിയിലുള്ളതൊക്കെ അതിലുണ്ട്. അതെങ്ങനെ വന്നു? അത് സത്യത്തിൽ നിന്ന് അകന്നുപോയി ഉണ്ടാക്കപ്പെട്ടതാണ്. അപ്പൊ ഓരോ വിഷയത്തിലുമുള്ള ഒരു വിഭാഗത്തിന്റെ ആചാരം, ആ ആചാരത്തിൽ കലർന്നത് ചിലപ്പോൾ ഒരുതരം വസ്ത്രധാരണമായിട്ടോ, ചിലപ്പോൾ ഒരുതരം പലഹാരമായിട്ടോ, ചിലപ്പോൾ ചില കർമ്മങ്ങളായിട്ടോ രൂപപ്പെട്ടു വന്നിരിക്കാം. അപ്പൊ അതിന്റെ ബാഹ്യമായി കാണുമ്പോൾ നമുക്കത് മനസ്സിലാവണമെന്നില്ല, പക്ഷെ അതിന്റെ കീഴിൽ പോകുമ്പോൾ അത് മനസ്സിലാവും. അപ്പൊ നൗറൂസിൽ പറഞ്ഞ ആ രീതിയുമായി സാതുല്യപ്പെടുത്താവുന്ന സാധ്യതകളും അവസ്ഥകളും മറ്റിടങ്ങളിലും മറ്റു സമയങ്ങളിലും ഉണ്ടാകാം. അതിനെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുകയും കൈകാര്യം ചെയ്യുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യണമെന്നാണ് ഏറ്റവും ചുരുങ്ങിയ ഒരു രീതി. അപ്പോ നേരത്തെ ചില മതപ്രഭാഷണ വേദികളിൽ കേട്ടിരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. നമ്മൾ മുത്താലിങ്ങളായോണ്ടാവും പറയേണ്ടത്. അതെന്താ പറഞ്ഞത്? ഈ തശബ്ബഹ ബി ഖൗമിൻ ഫൗമിൻ എന്നുള്ളത് ഇപ്പൊ ഞാൻ ഓതിയിട്ടുള്ളൂ ഇവിടെ. ആണുങ്ങളിൽ നിന്ന് ആരെങ്കിലും പെണ്ണുങ്ങളുമായി സാദൃശ്യപ്പെടുത്തിയാൽ അവന്റെ മേൽ അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാവുന്ന വേറെ ഹദീസുണ്ട്. അപ്പൊ ഇവര് മതപ്രഭാഷണ വേദിയിൽ ഈ ഹദീസ് ഉഷാറായിട്ട് അങ്ങോട്ട് പറയും. എന്നിട്ട് പറയും, കണ്ടില്ല ഇപ്പോഴത്തെ കാലത്തൊക്കെ രണ്ട് കാലും വേറെ വേറെ ആക്കുന്ന രീതിയിലുള്ള സറാവിയിലാത്ത് ഇട്ടുകൊണ്ടാണ് ഇപ്പൊ പെണ്ണുങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അതിനെ ഇകഴ്ത്തുകയും ധരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒന്ന് രണ്ടെണ്ണം ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില നിരീക്ഷണ കുറവ് വരുന്നുണ്ട്. ബാഹ്യമായി വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. പഴയ കാലത്ത്, ഞങ്ങളുടെ ചെറുപ്പകാലത്ത് പെൺകുട്ടികൾ സ്കൂളിൽ പോലെ അങ്ങനെ ഒരു വട്ടത്തിലുള്ള റൗണ്ടായി വരുന്ന വലിയൊരു വസ്ത്രമുണ്ട്. എന്താ പറയാ, നിസ്കാരക്കുപ്പായില്ലേ, നിസ്കാരക്കുപ്പായം പോലത്തെ ഇസാറ് മുതൽ താഴോട്ടുണ്ടാകുന്ന. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താകുന്ന, നല്ലൊരു കാറ്റടിച്ച് അതുകൊണ്ട് പൊങ്ങും. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് കാലെങ്കിലും പുറത്ത് കാണും. പിന്നെ അവിടെ അങ്ങോട്ട് ചിലപ്പോൾ സാധ്യത ഉണ്ടെങ്കിൽ ഭാഗ്യം പോലെ കാണാം എന്ന അവസ്ഥ വന്നുകൂടായില്ല. പക്ഷേ ഇപ്പൊ എന്തായി? ഇപ്പൊ നമ്മുടെ ഈ ഉത്തരേന്ത്യൻ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ശരിക്കും ഫിറ്റാവുന്ന രണ്ട് കാലുകളും അതിന്റെ മേലെ ടോപ്പൊക്കെ വന്നപ്പോ വളരെ ധൈര്യപൂർവ്വം സുരക്ഷയോടെ അവർക്ക് വസ്ത്രധാരണം ചെയ്യാനായി. എന്നാൽ ഇത് നിരീക്ഷിക്കാത്തതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സറാവിലാത്ത് ധരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ദുആ ചെയ്തു എന്നുണ്ട്. അപ്പൊ ഈ വസ്ത്രം പുതിയതല്ല, ഇത് പഴയതാണ്. സ്ത്രീകൾ പണ്ടേ ധരിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടോ അത് പ്രചരിക്കാൻ കുറച്ചു കാലം വൈകിപ്പോയി. നമ്മുടെ നാട്ടിൽ പ്രചാരം ഇല്ലാത്ത സമയത്ത് തന്നെ ഉത്തരേന്ത്യയിൽ പ്രചാരം ഉണ്ടായിരുന്നു. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ പ്രചാരം ഉണ്ടായിരുന്നു. റഷ്യയിൽ പ്രചാരം ഉണ്ടായിരുന്നു. അങ്ങനെ ചില ഇനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. അതേ സമയത്ത് ചില പ്രത്യേക ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന, അത് മതബന്ധിയായ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന വസ്ത്രധാരണം, അതിനു വേണ്ടിയുള്ള പ്രത്യേക വസ്ത്രം ധരിക്കലും, അതൊക്കെ തീർച്ചയായും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അപ്പൊ അതേ സമയത്ത് മതവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചില ഏർപ്പാടുകളില്ലേ? ഉദാഹരണം, SLC പരീക്ഷ എടുക്കുന്നു.
അപ്പൊ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇങ്ങനെ കോളത്ത് കൈയിട്ടും വിടാതെയും ഒക്കെ പഠിച്ച കുട്ടികള്, അതില് മിക്സഡ് സ്കൂളാണെങ്കിൽ ഒരു ഭാഗത്ത് ആൺകുട്ടികൾ ഒരു ഭാഗത്ത് പെൺകുട്ടികളൊക്കെ ഉണ്ടാവും. വേറെ വേറെ പിന്നെ ആ പ്രശ്നമില്ല. ഏതായാലും ഈ കുട്ടികളൊന്നും ഇനി കണ്ടോളണമെന്നില്ല. അപ്പൊ എന്താ ചെയ്യല്? ഒരു ഓർമ്മക്കുറിപ്പിനുള്ള ഒരു പുസ്തകം വാങ്ങൂല്ലേ? എന്നിട്ട് അത് എല്ലാവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരെ ഓർമ്മക്കുറിപ്പൊക്കെ എഴുതി വാങ്ങും. സാധാരണഗതിയിൽ നമ്മൾ നോട്ടൊക്കെ എഴുതാൻ വേണ്ടി, പ്രത്യേകിച്ച് അവസാന വർഷത്തിലൊക്കെ ഒരു സയൻസിന്റെ കണക്കിന് നോട്ടൊക്കെ വാങ്ങൽ 50 രൂപയും 60 രൂപ കൊടുത്തിട്ടാണ്. അപ്പൊ ഇത് 100, 200 കൊടുത്ത് വാങ്ങും, നല്ല ചട്ടാക്കുള്ള. അതൊരു ആചാരമായി എങ്ങനെ നടന്നു പോരുന്നു. ആ ഒരു പ്രായം കഴിയുമ്പോൾ അത് പോകും. ഇതിന് ഏതെങ്കിലും മതമായിട്ട് ബന്ധമുണ്ടോ? ഏതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസത്തിന്റെ പേരിലാണോ നടക്കുന്നത്? ഒന്നുമില്ല. സൗഹൃദം അതിന്റെ ഭാഗമായിട്ട്. അപ്പൊ എല്ലാവിധ ഏർപ്പാടുകളെയും കൊണ്ടുപോയി വന്നത്തെ എന്നുള്ളതിന്റെ പരിധി കെട്ടേണ്ട ആവശ്യമില്ല. ചിലത് ശരിയായ ആചാരങ്ങൾ തന്നെ തെറ്റായി ധരിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ട്. ഈ രംഗത്ത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തുകയും അവിടെ പതിരും കതിരും വേർതിരിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇബ്നുൽ ഹാജ് തന്റെ മദ്ഖലിലൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് ആലിമ്യങ്ങൾ അതാത് കാലത്തുണ്ടായിരുന്നതോ അതിന്റെ തൊട്ടു മുമ്പത്തെ കാലത്തുണ്ടായിരുന്നതോ ആയ ചില ഏർപ്പാടുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ ഒന്ന്, ചില കാലഘട്ടത്തിൽ ഇത് ചില പ്രത്യേക വിഭാഗത്തിന്റെ ആചാരമായി വന്നിട്ടുള്ളത് ആ കാലം കുറച്ച് കഴിയുമ്പോൾ അതിനോട് അവർക്കോ സമൂഹത്തിനോ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ വിട്ട് പിന്നെ അത് അവരുടേതല്ലാതായി. പിന്നെ ഇതൊരു ആമായ സംസ്കാരമായി വന്നു. ആമായതാവും പിന്നെ ആരുടെയും പ്രത്യേകമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതിന് ആ ഷിആറ് ഇല്ല, അതിന്റെ വില ഇല്ലെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്ന് ഹാഫിദുൽ അസ്ഖലാനി ഫത്തുൽ ബാരിയിലൊക്കെ പറഞ്ഞു കിട്ടും. അപ്പൊ വീണ്ടും കാര്യം എവിടേക്കാ പോകുന്നത്? തശബ്ബഹ ബി ഖൗമിൻ എന്ന് പറഞ്ഞിടത്തേക്കാണ്. അതൊരു മതപരമായ വിഷയമാണോ, മതപരമായ ആചാരമാണോ, നാട്ടു നടപ്പാണോ, വെറും നാടുകളുടെ പൊതുരീതിയാണോ എന്ന വിഷയമൊക്കെയാണ് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യും. ചിലരൊക്കെ അതിന് ചില ഖവായിദ് ഉസുസുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലൊന്നും വായിക്കാൻ സമയമില്ല. കുല്ലുമാക്കാനുമിൻ ഖസായിസിൽ കുഫാരി ദീനീയത്തി, ദീനി കുഫാറുകളുടെ അവരുടെ പ്രത്യേക ദീനി പ്രത്യേകതകളായ ആചാരങ്ങൾ, അതാണെങ്കിൽ ഫൈനു യഹ്റുമു തശബ്ബഹു, ഹറാം എന്തായാലും വരും. തഅലീമ് കൂടി ഉണ്ടെങ്കിൽ കുഫ്ർ തന്നെ വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കായികയായിട്ട് പറയാനുള്ളത്. പിന്നുള്ളത് മൻഹിയനായത് ചിലത് ദരിയത്തിന് വേണ്ടിയാവും, ചിലത് ദാത്തിന് വേണ്ടിയാവും. ദാത്തിന് വേണ്ടി ആവുമ്പോൾ അത് വളരെ കടുപ്പപ്പെട്ടതായിരിക്കും, അത് എന്തായാലും ഒഴിവാക്കേണ്ടതാണ്. ദരിയത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഇത് ചെയ്താൽ അത് ഇന്നലേക്ക് കൂടും എന്നാണ്. അപ്പൊ ചിലപ്പോൾ അതിനേക്കാളും വലിയ അത്യാവശ്യം വന്നാൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരാം എന്നും അതിന് വിശദീകരണം പറഞ്ഞത് കാണാം. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ സമയം പെട്ടെന്ന് ഇങ്ങനെ ഓടിപ്പോകുന്നതുകൊണ്ട് വിഷയത്തിന്റെ പഠിക്കാൻ വേണ്ട പ്രാഥമിക വിഷയങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ചർച്ചയിലൂടെ വികസിപ്പിക്കുകയും ചോദ്യങ്ങളിലൂടെ മറുപടി പറയുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ ബാക്കി ഉണ്ടാവുക. 1-2 വാർത്തകൾ മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്തും. തയാലിസത്ത് വഖദ് സബത അന്നഹു മൻ ഖാല മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹും മിൻഹും എന്ന് പറഞ്ഞപ്പോ അതിനോടനുബന്ധിച്ചുള്ള ഒരു വിഷയമാണ്. വഖദ് സബത ഇൻദ മുസ്ലിമിൻ ഈ ഹദീസ് നവാസ് ബിൻ സമഅൻ റളിയല്ലാഹുവിന്റെ ഹദീസിലുണ്ട്. ദജ്ജാലിന്റെ ഖിസ്സയുമായി ബന്ധപ്പെടുത്തിയടുത്ത് തയാലിസത്ത് ധരിക്കുന്നവർ വരും. അവര് ഖൈബറിലെ ജൂതന്മാരും മറ്റൊക്കെ അങ്ങനെ ധരിച്ചിരുന്നു. അപ്പൊ അവിടെയാണ് എന്ത് പറഞ്ഞത്? ബിമാ അഖ്റജഹു ഇബ്നു സഅദ് ബിസനദി മുർസലിൻ വസിഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൈറസാൻ ഫഖാല ഹാസ സൗബുല്ലാഹി വദി ശുക്റഹു എന്ന് പറഞ്ഞ്, അപ്പോ വഖദ് ഇർതഫഅ ദാലിക ഫീ ഹാദിഹിൽ അസ്മിനതി ഫസാറ ദാഖിലൻ ഫീ ഉമൂമിൽ മുബാഹി, അതാണ് പറഞ്ഞത്. അത് ആരുടെയും പ്രത്യേക ആചാരമല്ലാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല എന്ന് കാണാം. അതുപോലെ
അറുക്കാൻ പറ്റുന്ന അറവിന് പറ്റുന്ന ആയുധങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ എല്ല്, പല്ല്, നഖമൊന്നും പാടില്ല അറിഞ്ഞില്ലേ? അവിടെ നഖത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? അമ്മൽ ലഫ്റുഫ മുതൽ ഹബശത്തി, നഖം കൊണ്ട് വെട്ടിക്കീറിയിട്ട് ഈ മാംസത്തെ ഭക്ഷിച്ചിരുന്നത് ഹബിഷകളുടെ പരിപാടിയായിരുന്നു. അന്നഹും കുഫാറുൻ, അപ്പൊ അത് നമുക്ക് പറ്റൂല എന്ന് ആ ഹദീസിന്റെ ശറഹില് നേരത്തെ ഞാൻ വായിച്ച ഉംദത്തുൽ ഖാരിയിൽ തന്നെ കാണാവുന്നതാണ്. അതിനാൽ ഒന്നുകൂടി പറയാം, മുസവ്വിർ എന്ന പേര് അള്ളാഹുവിന്, യാ മുസവ്വിർ, മുസവ്വിർ എന്നുള്ള പേര് അള്ളാഹുവിന്റെ ഖുസൂസിയത്തിൽപ്പെട്ടതാണ് അല്ലേ? അതുകൊണ്ട് എന്തായി, ഒരു വ്യക്തി തസ്വീർ ചെയ്യുമ്പോ, പ്രത്യേകിച്ച് ജീവനുള്ളതിന്റെ തസ്വീർ ചെയ്യുമ്പോ അവിടെ എന്താ സംഭവിക്കുന്നത്? മൻ തശബ്ബഹ ബിഹി തആല എന്ന് വരികയാണ്. ശബ്ബഹ ബിഹി ഔ ശബ്ബഹ ബിഹി, അതാണല്ലോ ശിർക്കിന്റെ അടിസ്ഥാനം. അപ്പൊ അതുകൊണ്ട് അവന് ഫഇന്നല്ലാഹ യുഅസിബുഹു അശദ്ദൽ അദാബ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ കുഫാറുകളുടെ അയാദുകളിൽ അവരോട് കൂടെ തശബ്ബുഹാകുന്നത് നമ്മളിവിടെ പറഞ്ഞ ഖവായിദ് അനുസരിച്ച് അവരുടെ ആചാരത്തെ, വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയോ അന്ന് പ്രത്യേക ഒരു സംഭാവന നൽകുകയോ ഒക്കെ ചെയ്യുന്ന രീതി, അതിനെ ആ നിലക്കുള്ള പ്രോത്സാഹിപ്പിക്കുന്ന രീതി, അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടതാണ്. വലാ തദ്ഖുലു അലൽ മുശ്രിക്കീന ഫി കനാഇസിഹിം യൗമ ഈദിഹിം, ഈദിന്റെ ദിവസം അവരെ കനായിസിൽ നീ പോയി ആളെ കൂട്ടേണ്ട ആവശ്യമില്ല, അത് അവര് ചെയ്തോട്ടെ എന്ന് ബൈഹഖി ഇമാം ഉദ്ധരിച്ച ഹദീസിൽ കാണാവുന്നതാണ്. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുള്ള ഹദീസിൽ മൻ മറ ബിബിലാദിൽ അആജിമി ഫസനഅ നൈറൂസഹും വമിഹ്റജാനഹും വതശബ്ബഹ ബിഹിം ഹത്താ യമൂത വഹുവ കദാലിക ഹുശിറ മഅഹും യൗമൽ ഖിയാമത്തി എന്ന് വളരെ ഗൗരവമായി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പുതിയ കാലത്ത് പറഞ്ഞല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞെന്താണ്? അന്നും ക്രിസ്ത്യാനികൾ ഉണ്ടല്ലോ പല സ്ഥലത്തും. അപ്പൊ അവരുടെ നാട്ടിൽ പോയിട്ട് അവരെ ആചാരം കണ്ട് കേട്ട് അതിനോട് അങ്ങോട്ട് താളാത്മകമായി ഇവൻ അങ്ങോട്ട് ലയിച്ചു. എന്നിട്ട് അവരെ കനീസയിൽ പോലും അവരെ ആചാരം നടത്തലും എന്നിട്ട് അവിടെ തന്നെ മരിക്കുകയും ചെയ്താൽ ഹുശിറ മഅഹും യൗമൽ ഖിയാമത്തി. അതിനാൽ ഇനി ഇവിടെ വേറൊരു വലിയ വിഷയം വരുന്നുണ്ടല്ലോ, എന്താണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആ ഇന്ത്യ പോലുള്ളൊരു നാടുകളിൽ, പ്ലൂരൽ സൊസൈറ്റി ഉള്ള ഒരു നാട്ടിൽ, സെക്യുലറിസം അടിസ്ഥാന ഭാവമായി നടക്കുന്ന ഫെഡറൽ റിപ്പബ്ലിക്കുകളിൽ ഇതൊക്കെ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ഒരു ചോദ്യം. അതിന് മറുപടി എന്താണ്? ഫെഡറൽ അല്ലെങ്കിൽ റിപ്പബ്ലിക് പറഞ്ഞ വാക്കിൽ തന്നെ ഒരു മറുപടി ഉണ്ടല്ലോ. എന്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല? ഓരോ വിഭാഗത്തിന്റെയും അസ്തിത്വം സംരക്ഷിക്കലല്ലേ യഥാർത്ഥത്തിൽ അതിന്റെ സംരക്ഷണം. നിങ്ങൾ കേട്ടിട്ടില്ലേ ലിംഗ്വിസ്റ്റിക് ന്യൂനപക്ഷങ്ങളെ കുറിച്ച്, ഭാഷാ ന്യൂനപക്ഷം? അപ്പോ ഒരു പ്രത്യേക ഭാഷയുടെ ഒരു സ്ലാങ്, അത് വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ ആധുനിക യൂണിസെഫിന്റെ WHO അല്ല, യുനെസ്കോയുടെ ഒക്കെ പഠനത്തിൽ ഇപ്പൊ എന്താ പറയുന്നത്? അത് എത്ര കുറഞ്ഞ പ്രചാരലുപ്തമായ ശൈലിയാണെങ്കിലും അത് സംരക്ഷിക്കാൻ ശ്രമിക്കണം. ഇതുപോലെ ഏതോ വാലുള്ളതോ ഇല്ലാത്തതായ ഒരു ജീവിയെ അതിന് അതിൻ്റെതായ ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കുന്നൊക്കെ പറയണത് അതിനെക്കാട്ടും ഒന്നുകൂടി പ്രധാനമല്ലേ മനുഷ്യൻ? അപ്പൊ അതുകൊണ്ട് എത്ര പ്രചാരലുപ്തമായാലും അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഒരു മുസ്ലിം സൊസൈറ്റിയുടെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ കാലത്തും ഇസ്ലാമിക ഭരണം ഏറ്റവും വിശാലമായിരുന്ന കാലത്ത് അന്ന് അറിയപ്പെട്ട ലോകത്തിന്റെ 2/3 ഭാഗം അല്ലെങ്കിൽ 4/3 ഭാഗം ഒക്കെ ഇസ്ലാമിക കീഴിലായിരുന്നു. പക്ഷെ ഇവരുടെ മുഴുവൻ ആചാരങ്ങളും ഒരേപോലെ ആയിരുന്നോ? ഒരിക്കലുമല്ല. വൈവിധ്യമാർന്ന രീതികളും ശൈലികളും അവരിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇസ്ലാമികം എന്ന തത്വത്തിന്റെ കീഴിലായിരുന്നു, അതിനനുസൃതമായിരുന്നു. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആധുനിക സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു വിഘടിത ആശയം പറഞ്ഞ് ജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന്
നമ്മുടെ തന്നെ യുക്തിഭദ്രമായ മറുപടികൾ മനസ്സിലാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഓൾറെഡി സമയം കഴിഞ്ഞിട്ടുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട്, പിന്നെ അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്, ആ ക്ലോക്കിൽ എന്തോ ഒരു മലയാള അക്ഷരം വന്നിട്ട് പോയി, ഇപ്പൊ എന്താണെന്നറിയില്ല. അപ്പൊ അതിനാൽ പിന്നെ ഈ വിഷയത്തില് ചില ഇന്ററാക്ഷനുകൾ ആകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിപ്പോ എങ്ങനെയാണ്, സൗണ്ടാണോ എഴുത്താണോ? കഴിഞ്ഞ ദിവസം ഒരു ഭയങ്കര പ്രചാരമുള്ള ഒരു യൂട്യൂബർ എന്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് സംവദിക്കാൻ വേണ്ടി ലൈവിൽ വന്നു. ഇയാളോടുള്ള സ്നേഹം കൊണ്ട് ആളുകൾ ഇങ്ങനെ മെസ്സേജ് ആക്കുമല്ലോ. അയാൾ പറഞ്ഞ മെസ്സേജ് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നാ ഇങ്ങനെ കയറി പോവാണ്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ മാതിരി ടെക്സ്റ്റ് മെസ്സേജിന് അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. സൗണ്ട് ആണെങ്കിൽ അത് കൃത്യമായി കേട്ടാൽ അതിന് മറുപടി പറയാം എന്ന് നോക്കുന്നു. ഒരു 5-10 മിനിറ്റ് പറ്റുമെങ്കിൽ എന്റെ സംഘാടകരാരെങ്കിലും വിഷയം പറയട്ടെ. ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? 9:06 ഹലോ, അല്പം പ്രസക്തമായ കുറച്ച് സംശയങ്ങൾ കൂടി ഉണ്ട്. അവര് നമ്മുടെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ചാറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ചാറ്റ് ബോക്സ് വഴി അത് അതിങ്ങനെ ഒറ്റ മിന്നൽ മിന്നി പിന്നെ പോവില്ലേ, കാണുമോ പിന്നത്? ഇല്ല, ഞാൻ ചോദിക്കാം ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ. പ്രധാനമായിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഉലമാക്കളെ ബഹുമാനിക്കാൻ വേണ്ടി ഇപ്പോ ഒരാൾ സുജൂദിലായി കിടക്കുകയാണ്, അവിടെ അദ്ദേഹത്തിന് ഏത്തിയക്കാതില്ല, ഇലാഹ് എന്ന ആ ഒരു ഉദ്ദേശമില്ലാതെ, എങ്കിൽ അത് ഹറാമിന്റെ ഭാഗമാവുമോ? ഉലമാനെ ബഹുമാനിക്കാൻ വേണ്ടി ആൾ എന്താ ചെയ്ത്? സുജൂദിൽ കിടന്നു എന്നാ പറഞ്ഞു. നല്ല അടി കൊടുക്കണേ. എന്നിട്ട് അയാൾ എഴുന്നേൽപ്പിച്ച് നിർത്തി പരമാവധി ഒരു റുക്കുവിട്ട് ഒരു അര റുക്കുവൊക്കെ മതി, അതിന്റെ അപ്പുറം പോട്ടാ പറയണം. സുജൂദ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഇബാദത്തിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് വുളു ഇല്ലാതെ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നാണ് ഷാഫി മദ്ഹബ്. മദ്ഹബിൽ ചില ചർച്ചകളൊക്കെ ഉണ്ടെങ്കിലും ശുക്രിന്റെ സുജൂദ് പോലത്തെ ഒരു സുജൂദ് മാത്രം ചെയ്യുകയാണെങ്കിൽ പോലും വുളു വേണമെന്നാണ് ഷാഫി മദ്ഹബ്. അപ്പൊ അത് ഖാസായ ഇബാദത്തായതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു ഇബാദത്തിന്റെ രൂപം ഈ ആളെ ബഹുമാനിക്കാൻ വേണ്ടി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഹറാമ് വരുമെന്നതിൽ സംശയമില്ല. കുഫർ വരുമോ എന്നുള്ളിടത്താണ് നിങ്ങൾ പറഞ്ഞു ഇത്തിഖാദില്ലാതെ എന്ന് പറഞ്ഞതുകൊണ്ട് കുഫർ വരൂലായിരിക്കും. പക്ഷെ അവനെ ശക്തമായ തഅസീർ നടത്തേണ്ടതാണ് എന്നുകൂടി അവിടെ പറയേണ്ടതുണ്ട്. പിന്നെ നമുക്കിടയിൽ പൊതുവെ അവ്യക്തമായിട്ടുള്ള ചില ആചാരങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് പലരും ചോദിക്കുന്നത് ബർത്ത്ഡേ ബന്ധപ്പെട്ട കേക്ക് മുറി തുടങ്ങിയ രീതികളാണ്. ഇവയെ കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ പറ്റുക? കേക്ക് മുറിച്ചു. കേക്ക് എന്ന് പറയുന്നത് ഉണ്ടായത് എങ്ങനെയെന്ന് ആരെങ്കിലും ഗവേഷണം നടത്തിയാൽ നല്ലതായിരുന്നു. കാരണം ഈ ഉണങ്ങിയ ബിസ്ക്കറ്റ്, റസ്ക് പോലത്തെ സാധനങ്ങൾ അത് ഉണ്ടാക്കപ്പെട്ടത് ഈ നാവികന്മാര് കടലിൽ പോകുന്നത് പഴയ കാലത്ത് പതിവാണ്. അപ്പൊ ഒരു പ്രാവശ്യം കരയിൽ നിന്ന് ഇറങ്ങിയാൽ ഒരുപാട് ദിവസങ്ങൾ കടലിൽ നിൽക്കേണ്ടി വരും. അപ്പൊ മോശമാകാത്ത ഭക്ഷണ സാധനം വേണം. അതിനു വേണ്ടി കണ്ടെടുത്തതാണ് ഈ ബിസ്ക്കറ്റ് മോഡലിന്റെ റിസ്ക് മോഡലുള്ള സാധനങ്ങൾ എന്ന് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. എന്നതുപോലെ ഈ കേക്ക് എന്ന രീതിയിൽ പ്രത്യേക തരത്തിൽ വേവിച്ചെടുക്കുന്ന അതിന്റെ തുടക്കം എവിടെയാണെന്നുള്ളത് വ്യക്തമായി അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ വന്ന കേക്ക് വന്നു എന്ന് വിചാരിക്കും. അങ്ങനെ പ്രചാരത്തിലായപ്പോ പിന്നെ എന്തായി? ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാനായി. നമുക്കൊക്കെ വ്യക്തമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം, ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുക എന്ന ഒരു ശൈലി നമ്മുടെ ഒന്നും ചെറുപ്പകാലത്ത് ഇല്ല എന്ന് വ്യക്തമായി നമുക്കറിയാം. നമ്മുടെ ചെറുപ്പകാലത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭവനങ്ങളിൽ ഇല്ല എന്നാണോ? അതല്ല, മുസ്ലിം ഭവനം ഇല്ല എന്നല്ല, ഒരു ഭവനത്തിലില്ല. ഞങ്ങളുടെ ചുറ്റുഭാഗത്തും അപ്പുറത്തും ഇപ്പുറത്തും ഹിന്ദു ഭവനം ഉണ്ടായിരുന്നു, അവിടെ ഇല്ല. പിന്നെ ക്രിസ്ത്യൻ ഭവനത്തെ കുറിച്ച് നമുക്ക് അത്ര പരിചയമില്ല, കാരണം അത് കൂടുതലുള്ള സ്ഥലമല്ല നമ്മൾ. ഏതായാലും അങ്ങനെ ഒരു വലിയ പ്രചാരത്തില് പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഞാനൊക്കെ
10ാം ക്ലാസ് വരെ പഠിച്ച 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് ഒരു സാധാരണ സർക്കാർ സ്കൂളാണ്. മിക്സഡ് സ്കൂളാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അതിന് പുറമെ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, പിന്നെ അതിന് പുറമേയുള്ള വേറെ എന്തോ 1-2 ഐറ്റംസ് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും. പിന്നെ നമ്മുടെ ഈ ക്ലാസ്സുകളിൽ എവിടെയും ഏതെങ്കിലും ഒരു കുട്ടിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായ ഒരു കേക്ക് കൊണ്ടുവരികയോ സാറിന് സമ്മാനിക്കുകയോ കുട്ടിക്ക് മുട്ടായി എടുക്കുകയോ അങ്ങനെ സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതെന്താ കാണിക്കുന്നത്? മുസ്ലിങ്ങളുടെ ആചാരമല്ല ഹിന്ദുക്കൾക്ക് ഉണ്ടായിരുന്നു, ഹിന്ദുക്കളുടേതുമല്ല ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നില്ല. മതപരമാണെങ്കിൽ ഇന്നത്തെക്കാൾ ഉഷാറായിട്ട് ഉണ്ടാവേണ്ടത് പണ്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ കേട്ടിട്ടും ഇല്ല. അതേ സമയത്ത് ഓണത്തിന് ചുടുന്ന ഒരു തരം കാരപ്പുണ്ട്, ഓണക്കാരപ്പ്. ഓണത്തിന് വിഷുവിനുണ്ട്. അത് ഞങ്ങളെ വീട്ടില് അപ്പുറത്തുള്ള ഹിന്ദു വീട്ടിൽ നിന്ന് സമ്മാനമായി കിട്ടാറുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ഇബാറത്ത് വായിച്ചത് നൗറൂസിന് മുസ്ലിം കുടുംബം അങ്ങോട്ട് ഹദിയ കൊടുക്കേണ്ടതാണ്. കാരണം അപ്പൊ നമ്മളതിന് ബഹുമാനിക്കലാവും. ഇത് അവര് നമുക്ക് ഹിബത്തായിട്ട് തരാണ്. വേണമെങ്കിൽ തിന്ന, വേണ്ടെങ്കിൽ വറായി കൊടുക്കുക, ഒഴിവാക്കുക, എന്ത് വേണം ചെയ്യാം. അപ്പൊ അങ്ങനെ ഉള്ളിടത്തൊന്നും ഈ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കേക്ക് ഉണ്ടാവലും മുറിക്കണമെന്നില്ല. ബേക്കറികളും അങ്ങനെ തന്നെ. പഴയ കാലത്ത് ഇന്നത്തെ ബേക്കറി ഇല്ലല്ലോ. അപ്പൊ ബേക്കറി സംസ്കാരത്തിന്റെ ഭാഗമായി കേക്കുകളും അതിന്റെ പ്രചാരണങ്ങളും ലോകത്ത് കൂടുതൽ വന്നപ്പോൾ കുട്ടികളുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി ബർത്ത്ഡേ ഒന്നും വേണമെങ്കിൽ അതിനെ എന്തു പറയാം, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു മതത്തിൻ്റെതെന്ന് പറയാൻ പ്രയാസം തോന്നുന്നു. പിന്നെ ബർത്ത്ഡേക്ക് ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിക മാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരു കുട്ടി ജനിക്കൽ വലിയൊരു നിയമത്താണ്. ആ നിയമത്തിന് വാർഷികമായി അതിനെ ഓർമ്മിക്കൽ നല്ലതാണ്. അതുകൊണ്ട് അന്നൊരു മൗലൂദൊക്കെ കഴിച്ച് അതിനൊരു സമ്മാനമൊക്കെ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ധർമ്മം കൊടുത്താൽ ആ കുട്ടിന്റെ ആയുസ്സിൽ ഒന്നുകൂടി കൂടുമായിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒറ്റയടിക്ക് അത് ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നത് ക്രിസ്ത്യാനി ആചാരമാണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ തീവ്രത കൂട്ടേണ്ടതില്ല. അത് പുതുതായി സമൂഹത്തിൽ പൊന്തി വന്ന, വേണമെങ്കിൽ അനഭിലഷണീയം എന്നൊക്കെ പറയാവുന്ന ഒരു സാധനമാണ്. അത് പരമാവധി അതിന്റെ രൂക്ഷത കുറച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മുസ്ലിം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ ഇപ്പൊ എന്താക്കിയിട്ടുണ്ട്, കേക്കും കുതിരാണ്ടൊന്നും കൊണ്ടുവരണ്ട, അതിന് ബർത്ത്ഡേക്ക് എന്ത് ചെയ്താൽ മതി, ഒരു നല്ല പുസ്തകം കൊണ്ടുവന്നിട്ട് നമ്മൾ ലൈബ്രറി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ മാറ്റിയെടുക്കുന്നില്ലേ. ഇങ്ങനെയൊക്കെ ഓരോ ഇടപെടൽ നടത്താവുന്നതാണ്. എവിടെ പോയി ചോദിച്ചാള്? ഇവിടെ എന്തോ ഇതുണ്ടല്ലോ, ഒരു കാലത്തില്ല എന്നുള്ളത് പോയി. അതാ ടൈം വെറുതെ പോകണ്ടിട്ടോ. ഇവിടെ ഈ ചാറ്റ് പറഞ്ഞാൽ അമർത്തി വെക്കണോ? അമർത്തി എന്താ കാണാ? കാണില്ല. നേരത്തെ 20 കാണിച്ചു, ഇപ്പൊ നമുക്ക് 1 കാണിക്കുള്ളൂ. അവിടെ ഇവിടെ എന്താ ഉള്ളത്? ഇപ്പോൾ മതവ്യത്യാസമില്ലാതെ എല്ലാവരും കേക്ക് മുറിക്കലുണ്ട്. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഷിയാർ പോയല്ലോ. എല്ലടോ ഷിയാർ പോയി പറയാം. ആദ്യം ഷിയാർ വന്നത് കണ്ടിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞു. ഒരു കാലത്ത് ഇല്ല എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നതിന് തെളിവല്ലല്ലോ. തെളിവല്ലല്ലോ എന്ന് ഞാൻ തെളിവല്ല, ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്നതിന് തെളിവായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. പ്രശ്നം ഇല്ല എന്നാണ് എന്റെ ലൈന് പോയത്. അത് ശ്രദ്ധിച്ചോ അറിയില്ല. ഒരു പ്രത്യേക മതത്തിന്റെ ആചാരമായിട്ട് അതിനെ അറിയപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നേരത്തെ നമ്മളെക്കാൾ സൂക്ഷ്മത ഉണ്ടായിരുന്നവര് ഇങ്ങനെ കുട്ടി ജനിക്കലൊക്കെ ഒരു റഹ്മത്തല്ലേ എന്ന രീതിയിലൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ കണ്ടിട്ടില്ലല്ലോ എന്നത് ശരിയല്ല. ഇപ്പൊ എനിക്കറിയുന്ന 2 പഴയ കുടുംബങ്ങളിൽ അവിടുത്തെ അന്നുണ്ടായിരുന്ന കുടുംബനാഥന്മാർക്ക് വേണ്ടി എല്ലാ വർഷവും അവർ ജനിച്ച ദിവസം എത്തുമ്പോൾ മൗലിദ് കഴിക്കുന്ന
2-3 വീടുകൾ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതത്ര പ്രശ്നം ഉണ്ടാവില്ല. പെരുന്നാളിന് അയൽവാസിയായ മുസ്ലിമിനെ ക്ഷണിക്കാമോ? അങ്ങനെ ക്ഷണിച്ചപ്പോ പിന്നെന്തായി, ഓൻ വന്ന് ഓണത്തിന് ക്ഷണിച്ചു വന്നു. അന്നേരം കിടന്നുറങ്ങിയാൽ മതി. ഭയങ്കര ക്ഷീണം, ഞാൻ ഉറങ്ങി പറഞ്ഞാല് അങ്ങനെ എന്തൊക്കെ വഴിയുണ്ട്. ഓണത്തിന് വിളിച്ചാൽ പോയി കഴിക്കാം. ഈ പോയി കഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ അവര് അതിനെ ഇതാക്കും, ആ പൂക്കളത്തിന്റെ ചുറ്റോടും പിന്നെ അവിടെ ഇരിക്കലും അവരുടെ ബഹുമാനം ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ പങ്കെടുക്കേണ്ടി വരും. അത്തരം മതപരമായ സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. അവര് നമുക്ക് ഇങ്ങോട്ട് അയച്ചതുകൊണ്ട് നമുക്ക് വേറൊരു സമയത്ത് ആചാരമല്ലാത്ത പിന്നെ ആഘോഷമല്ലാത്തൊരു സമയത്ത് വെറുതെ മുക്കാഫത്ത് എന്ന നിലക്ക് നമുക്ക് പിന്നൊരു ഭക്ഷണം അവർക്ക് കൊടുക്കാം. ആ സമയത്ത് അവിടെ പോയാലും ശരി, ആ സമയത്ത് നമ്മൾ അങ്ങോട്ട് ഭക്ഷണം അയച്ചാലും ശരി, അതിലൊക്കെ ബഹുമാനിക്കേണ്ട അംശങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ശ്രദ്ധിക്കുക തന്നെ വേണം. ഒരു അറബി ഒരാൾ കൊടുത്തിട്ടുണ്ട്. എന്താണത്? വത്തശബ്ബഹു ബിൽ കാഫിരീന ഹറാമുൻ വഇല്ലം യഖ്സുദു മാ ഖസദൂഹു ബിദലീലി മാ റവാ ഇബ്നു ഉമർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശബ്ബഹ ബിഖൗമിൻ ഫഹുമിൻ. അൽ അംറു ബിൽ ഇത്തിബാഇ വന്നഹി അനിൽ ഇബ്തിദാഇ എന്ന ഗ്രന്ഥം ഇമാം സുയൂത്തിയിലേക്കുള്ള നിസ്ബ തന്നെ സംശയാസ്പദമാണ്. വഹാബികൾ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഗ്രന്ഥമാണത് എന്ന് അതുമായി വിവരമുള്ള പലരും പറഞ്ഞത് ഇവിടെ എഴുതിയ ആൾ കണ്ടിട്ടില്ല, ശ്രദ്ധിക്കണം. പക്ഷെ ആ മാന ശരിയാണല്ലോ. മത്തശബ്ബുഹു ബിൽകാഫിരീന ഹറാമ്. അപ്പൊ ആ ബിൽകാഫിരീന തശബ്ബുഹ് അതിൽ വരുന്നുണ്ടോ നോക്കണം. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? അവരുടെ ആഘോഷ ദിവസത്തിൽ ബഹുമാനിക്കൽ പോലത്തത്. ആ ആഘോഷ ദിവസത്തിൽ ബഹുമാനിക്കൽ പോലത്തതിന് അവര് ഖസ്ദ് ചെയ്യുന്ന ആരാധനാ ലക്ഷ്യം നമുക്ക് ഇല്ലാന്ന് തന്നെ നോക്കുക. എന്നാലും ഹറാം തന്നെ ആണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്. കല്യാണം പോലെയുള്ളതിന് കനീസയിൽ പോയി പങ്കെടുക്കാൻ പറ്റുമോ? ഓണം, ക്രിസ്മസ്, സെയിൽസ് ഓഫർ പങ്കെടുക്കാൻ പറ്റുമോ? കല്യാണം പോലെയുള്ളതിന് കനീസയിൽ പോയി പങ്കെടുക്കാന്ന് പറഞ്ഞാല് കനീസയിൽ പോണ്ട, പിന്നെ അതിന്റെ ഇപ്പുറത്തൊരു ഭക്ഷണ ഹാൾ ഉണ്ടാവും, അവിടെ പോകാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളവിടെ പോയാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. അത് കനീസയോടനുബന്ധിച്ചുള്ള ഭക്ഷണ ഹാളാണ്, ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ഭക്ഷണ ഹാളാണ്. അവിടെ നിങ്ങൾ പോയാൽ അവിടെ എന്തൊക്കെ ചെയ്യും എന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്യുകയും നിങ്ങളെ കൊണ്ട് അവരുടെ മതപരമായ ഷിയാറിന്റെ ബഹുമാനം ഒന്നും കിട്ടൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാമെന്നേ പറയാൻ പറ്റുള്ളൂ. ആരോഗ്യകരം അത്തരം വിഷയങ്ങളിൽ വിട്ടുവെക്കുകയും ഒഴിവാകുകയും ചെയ്ത് നോക്കലായിരിക്കും. മതപരമായ ആഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേകതരം ഭക്ഷണം ഉണ്ടാക്കിയതിന് മതപരമായ ആഘോഷത്തിന്റെ ഭാഗമായി ഒരു പ്രത്യേകതരം ഭക്ഷണം ഉണ്ടാക്കിയതിന് സൗഹൃദത്തിന്റെ പേരിൽ ഭക്ഷിക്കുന്നതിനെ കുറിച്ച്, അതാണ് ആ കുഴിയിലാണ് നമ്മൾ പലപ്പോഴും പോയി വീഴൽ. മതപരമായ ആഘോഷത്തിന്റെ പേരിലാണ് ഭക്ഷണം ഉണ്ടാക്കിയത്. എന്നിട്ട് ആ ഭക്ഷണം എന്ത് ചെയ്തു? അവര് നമുക്ക് കൊടുത്തയച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ പിന്നെ ഹിന്ദു വീട്ടിൽ നിന്ന് വിഷുവിന് ഉണ്ടാക്കുന്ന കാരപ്പം നമ്മളെ മുസ്ലിം വീടുകൾ കൊടുത്തയക്കുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്ന വിഷയമാണ്. അപ്പൊ ചിലപ്പോ നമ്മൾ കഴിക്കുകയോ, ചിലപ്പോ മറ്റേ ജോലിക്കാർക്ക് കൊടുക്കുകയോ, ചിലപ്പോ പിന്നെ ജീവികൾക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതിന് യാതൊരു ബഹുമാനം കാണുന്നില്ല എന്നതും മതപരമായ എന്തെങ്കിലും ഇതിൽ കലർത്തിക്കൂട്ടുന്നില്ല എന്നതും നമ്മൾ വാങ്ങൽ കൊണ്ട് അവർക്ക് ഈ മതത്തിന്റെ ആചാരത്തിന് നമ്മൾ ബഹുമാനിച്ചു എന്നുള്ള പ്രശ്നം വരുന്നില്ല എങ്കിലും ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാവുമ്പോൾ ചിലപ്പോൾ അതിൽ ജവാസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് കറാത്ത് ഹറാമൊക്കെ വരാം. പെരുന്നാളിന് പൊട്ടാസ് പൊട്ടിക്കാമോ എന്നൊരു പൊട്ടാസ് ചോദ്യം ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യം നേരത്തെ പൊട്ടാസ് പൊട്ടിയിട്ടൊന്നും ഇല്ലല്ലേ, ഇപ്പൊ വരുന്നുള്ള ചോദ്യം. പെരുന്നാളിന് സന്തോഷിക്കാം, സന്തോഷം അനുവദനീയമായ രീതികളിലൊക്കെ ആവാം. ആ അനുവദനീയമായ രീതികളുടെ പരിധിയിൽ പൊട്ടാസ് വരുന്നുണ്ടെങ്കിൽ പൊട്ടിക്കാം. പൊട്ടാസ് എന്ന് പേര് പറഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ വലിയ ഗുണ്ട് പോലത്തെ ആണെങ്കിലോ ഇപ്പൊ നമുക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ക്രിസ്മസ്, ഓണം, സെയിൽസ് ഓഫർ അതാണിപ്പോ പിന്നെ സാമ്പത്തിക രംഗത്ത് വരുന്നൊരു വിഷയം. ഇതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം നേരത്തെ ഇവിടെ ഓൺലൈനിൽ ആരോ ഒന്ന് കണ്ടല്ലേ, അതൊരു വലിയ കച്ചവടക്കാരൻ ചോദിക്കുകയാണ്. അതായത്
ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ വലിയ ഷോപ്പാണ്. അപ്പൊ ആ ഷോപ്പാകുമ്പോ രണ്ട് വിഷയമാണ് അതിലുള്ളത്. ഒന്ന്, ഈ ഇവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് അവർ പിരിവിന് വരും. അപ്പൊ ആ പിരിവിൽ നമ്മൾ എന്ത് കൊടുത്തില്ലെങ്കിൽ അതൊരു പ്രശ്നം. രണ്ടാമത്, അവരുടെ ആഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ ഓഫർ ഇട്ടാലാണ് കൂടുതൽ ചെലവ് നടക്കുക. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അവിടെ അവരുടെ ആ ആഘോഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓഫർ ഇടുമ്പോ ഏറ്റവും ചുരുങ്ങിയത് ഒരു സാധാരണ രീതിയിലെങ്കിലും നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കലായി. അഖീദയുമായി ബന്ധപ്പെടുന്ന വിഷയമായതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ നിന്ന് മാറിയിട്ട് വെറുതെ ഇങ്ങനെ പറയാലോ, എന്ത് ഈ ഉത്സവ സീസണിൽ അല്ലെങ്കിൽ ഈ ആഘോഷവേളയിൽ എന്നൊക്കെ പറഞ്ഞ് ഈ എന്ന് പറയുന്നത് എവിടേക്കും പോവാം, അത് എല്ലാ ദിവസവും അച്ചടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. അപ്പൊ എന്ന രീതിയിലുള്ള പൊതുവായ, നമ്മൾ തൗരിയത്ത് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, പൊതുവായ നമ്മുടെ പേരിൽ നേരിട്ട് ഇത് അഖീദ പറയുന്നത് തമാശ കളിയൊന്നുമല്ലല്ലോ. നിങ്ങളൊരു കച്ചവടം നടത്തുന്നത് ഭൗതിക ലോകത്ത് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ കച്ചവടം കൊണ്ട് നിങ്ങൾ ദീം കൊണ്ടുപോയി വിറ്റിട്ട് കാഫറായിപ്പോ എന്ത് ചെയ്യും? അപ്പൊ അത്തരം വിഷയങ്ങളൊന്നും വരാതിരിക്കണമെങ്കിൽ അതിനുള്ള സൂക്ഷ്മത പാലിക്കൽ വളരെ അത്യാവശ്യമായിരിക്കും. ക്ലാസ് തുടങ്ങുമ്പോൾ അവരെ പ്രാർത്ഥന ഉണ്ടാവും. അവരെ പ്രാർത്ഥനയിൽ പങ്കുചേരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയിൽ എങ്ങനെയാ നമ്മൾ പങ്കുചേരാ? അവരെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന അത്രയും ഉത്തരവാദിത്തരഹിതമായ രീതി ചില രക്ഷിതാക്കന്മാരൊന്നും ശ്രദ്ധിക്കാത്തോണ്ടോ അറിയാത്തോണ്ടോ മുമ്പ് നടന്നിരുന്നു. ഇപ്പൊ അത്രയൊന്നും നടക്കുന്നില്ല. ഇപ്പൊ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലടക്കം പിന്നെ മുസ്ലിം പെൺകുട്ടികൾക്ക് അവരുടെ കാല് മറക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാനും പിന്നെ ഇത്തരം ആഘോഷ അല്ലെങ്കിൽ പ്രാർത്ഥന വേളയിൽ പിന്നെ അവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാതിരിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഏകദേശം നമ്മൾ ഈ ഭാഗത്തൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അതൊക്കെ നടന്നിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരം വിഷയങ്ങളിലൊക്കെ ചെയ്യുന്നത് വളരെ ഗൗരവതരമാണ്. എന്നൊക്കെ മാറി നിൽക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇയാളെന്ന് പറയുന്നത് റബിയുൽ അവ്വലിൽ വീടുകൾ ലൈറ്റ് വെച്ച് അലങ്കരിക്കുന്നത് ക്രിസ്മസ് ശൈലി. അതെന്ത് ശൈലിയാ? റബിയുൽ വീടുകൾ ലൈറ്റ് വെച്ച് അലങ്കരിക്കുന്നത് ക്രിസ്മസ് ശൈലി എന്ന് പറയുമ്പോൾ ക്രിസ്മസിന് ആദ്യം അങ്ങനെ അലങ്കരിച്ചിരുന്നു, അത് നമ്മൾ കടെടുത്തുന്ന ആയിരിക്കും ആൾ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, ഞാനിപ്പോ പറഞ്ഞല്ലോ പഴയ കാലത്ത് ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പൊ പഴയ കാലത്ത് എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ മഹലില് ആകെ 3 or 4 വീടുകളിലാണ് വൈദ്യുതി ഉണ്ടായിരുന്നത്. വേറെ എവിടെയും വൈദ്യുതി ഇല്ല. വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ വീട്ടില് വിചാരിച്ചാൽ തന്നെ ഒരു വൈദ്യുതി അലങ്കാര വിളക്കന്ന് വെക്കാൻ പറ്റില്ലായിരുന്നു. ഇത് പിന്നെ പെട്രോമാക്സ് പറഞ്ഞ ആ സാധനം കൊണ്ടുവന്ന് കത്തിക്കും, മാർക്ക് കല്യാണത്തിനും മറ്റൊക്കെ. എന്ന് പറഞ്ഞ പോലെ ഓരോ നാട്ടിന്റെ രീതി അനുസരിച്ചുള്ള ആഘോഷം അവിടെ ഉണ്ടായിട്ടുണ്ടാവും. ആ ആഘോഷം അല്ലെങ്കിൽ ആ സന്തോഷ വിതരണം, കല്യാണത്തിനൊക്കെ സന്തോഷിച്ചിരുന്നു. കല്യാണം നിലക്ക് റബീഉൽ അവ്വൽ ആകുമ്പോൾ ആ റബീഉൽ അവ്വലും സന്തോഷിക്കുന്നു. നേരത്തെ കല്യാണത്തിന് ഉണ്ടായിരുന്നു, ഇപ്പൊ റബീഉൽ അവ്വൽ ചെയ്തു എന്ന താരതമ്യത്തിന് പകരം അത് ക്രിസ്മസ് ശൈലി എന്ന് പറയണമെങ്കിൽ അത് വേറെ ചിലരുടെ ചില ശൈലികൾ ആ ശൈലിയിൽ വന്നിട്ടുണ്ട്. അത് അങ്ങനെ അംഗീകരിച്ചോളന്നില്ല. ചോദ്യങ്ങളെ ദീർഘിക്കുന്നത് ഉസ്താദിന് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. 23 ഇവിടെ കാണിക്കുന്നത്. നമുക്ക് 25, 30 പിടിക്കാം. ഒരു 6 or 7 മിനിറ്റ്. ഓണം ആശംസ സ്റ്റാറ്റസ് വെക്കാമോ? ഫ്രണ്ട്ഷിപ്പ് മുറിയാതിരിക്കാൻ എന്നാണ് ഇല്ലത്ത്. വമ്പൻ ഇല്ലത്താണല്ലോ. അപ്പൊ സ്റ്റാറ്റസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഫ്രണ്ട്ഷിപ്പ് മുറിഞ്ഞു പോകും. അതൊക്കെ ഒരു തരം വളച്ചു നീട്ടലാണ്. അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ആ വെച്ചതും കൊണ്ട് പിന്നെ നീ കൊണ്ടു നടക്കുമ്പോഴും അതുമായി നിസ്കരിക്കാൻ പോകുമ്പോഴും അല്ലാത്ത സമയത്തും ഒക്കെ നിന്റെ മനസ്സിലേക്ക് അതൊരു ബഹുമാന സൂചകമായി വരുന്നതിന്, അതേ സമയത്ത് അതൊരു നല്ല വാദന്റെ ഒരു മോഡലോ എന്തൊക്കെ ആയിരുന്നെങ്കിൽ അതൊരു ഇബാദത്തായനെ എന്നും കണക്കൂട്ടുന്നുണ്ടെങ്കിൽ പിന്നെ മറുവശത്ത് അതിൻ്റെതായ നെഗറ്റീവ് ഓഫർ വരേണ്ടതല്ലേ? അത് അപകടകരമാണ്. അമ്പല ഉത്സവ കൂപ്പൺ കടയിൽ വന്നാൽ എന്ത് ചെയ്യും? അവിടെയൊക്കെ തട്ടിപ്പിന് ഒരുപാട് തട്ടിപ്പെന്നല്ല, രക്ഷപ്പെടാൻ ഒരുപാട് വഴികൾ കാണണം. ഇപ്പോ നമ്മുടെ ആ ഏരിയയിലൊക്കെ ഈ അനാദി കച്ചവടം പോലത്തെ ഒരുപാട് ആളുകളുമായി ബന്ധപ്പെടുന്ന പിന്നെ സ്ഥലങ്ങളുണ്ടല്ലോ, അതായത് കച്ചവടക്കാര്. ഒരു ചെയ്യുന്ന ഒരു രീതി എന്താന്ന് വെച്ചാല് എന്തൊക്കെയാണ് നിങ്ങളെ ഉത്സവത്തിലുള്ളതേക്കും
അപ്പൊ ഉത്സവത്തിലുള്ളത് ഇന്ന സാധനമാണെന്ന് പറയുമ്പോൾ അതില് എന്തുണ്ടാവും, ഒരു ഭക്ഷണ വിതരണം ഉണ്ടാവും. അപ്പോ സാധാരണ ഒരുവിധം ഒരു മിഡിൽ ലെവലിലുള്ള ആളുകളൊക്കെ പറയല്, എന്നാ ഭക്ഷണത്തിലേക്ക് നമ്മളെ വക ഒരു 200 രൂപ അധികം ഭക്ഷണം കൊടുക്കാൻ മാത്രം, ബാക്കിയുള്ളതിനൊന്നും നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ ഇതാ ഇയാള് പിന്നെ പെരുന്നാളല്ല എന്താ ജന്മദിനത്തിന് നേർച്ചയിക്കാന്നുള്ളതിന് തെളിവായിട്ട് വന്നു ഇസ്രായേൽ മത്താലിബിന്റെ ഈ വാർത്തയായിട്ട്. അതായിക്കോട്ടെ, അത് നേരത്തെ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. സന്തോഷ വേളകളിൽ നമുക്ക് നമുക്ക് സന്തോഷം കൈമാറാൻ പറ്റുമല്ലോ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. സന്തോഷവേളകളിലല്ലേ? ആശംസകളെ കൈമാറുമല്ലോ സ്വാഭാവികമായിട്ടും. സന്തോഷവേളകളിലല്ലേ? ജന്മദിനം അല്ല, ആ സന്തോഷവേളകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്മളെ മതം പ്രോത്സാഹിപ്പിക്കുന്ന സന്തോഷം, അല്ലെങ്കിൽ ആദത്തിന്റെ ഭാഗമായിട്ടുള്ള സന്തോഷം. ഇത് രണ്ടും പറ്റും. ആ രണ്ടിലും എന്ത് വരാതിരുന്നാൽ മതി? ഇതര മതങ്ങളുടെ മതപരമായ ചടങ്ങുകളുടെ സ്വാധീനം വരാതിരുന്നാൽ മതി. ഹാപ്പി ബർത്ത്ഡേ വിഷയിൽ ഇതിൽ പെടൂല. അതെ തന്നെ നമ്മൾ പറഞ്ഞത്, ബർത്ത്ഡേ എന്നതിന്റെ പിന്നെ ആശംസയായാലും കേക്ക് മുറിക്കലായാലും അതൊരു ക്രിസ്ത്യൻ ആചാരം എന്ന് പറയേണ്ടതില്ല എന്നാണ് ഞാൻ നേരത്തെ ഉദാഹരണങ്ങൾ കൊണ്ട് പറഞ്ഞത്. പരമാവധി പറയാവുന്നത് അത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല, വിദേശ പരിപാടിയായിരുന്നു. അപ്പൊ വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്ത ഒരു സംഭവമാണ്. വിദേശത്ത് അങ്ങനെ പലതും ഇറക്കുമതി ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ ഒഴിവാക്കാം എന്ന രീതിയാണ്. അപ്പൊ അവിടെ നമ്മൾ നോക്കുക, അത് മതത്തിലേക്കൊന്നും ബന്ധപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ പേരിലുള്ള അനാചാരങ്ങൾ, അമിത ചെലവുകൾ പോലത്തത് വരുന്നുണ്ടോ നോക്കും. സാമൂഹ്യ ദുരാചാരം അതില്ലാത്ത രീതിയിലാണ് പിന്നെ അതിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. നോമ്പ് തുറക്ക് അവരെ ക്ഷണിക്കാം. ആരാ നോമ്പ് തുറക്ക് ആരെ ക്ഷണിക്കാം? നോമ്പ് തുറക്ക് സാധാരണ പണ്ടേ തന്നെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നോമ്പ് തുറ പറഞ്ഞാല് എല്ലാ വിഭാഗം ആളുകളും വരുന്നതാണ്. കാരണം അതിലൂടെ നമ്മുടെ നോമ്പിന്റെ ഒരു ചെറിയ സജീവത അവരും കൂടി അനുഭവിക്കുകയും പിന്നീട് അത്തരം പല ആളുകളും പിന്നീട് നോമ്പ് സ്ഥിരമായി എടുക്കുകയും ചിലർക്ക് ഇസ്ലാമിൽ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോമ്പ് തുറക്ക് അവർ ഇങ്ങോട്ട് ക്ഷണിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ അവരെ ക്ഷണിച്ചാൽ അവരെ വിളിക്കുത്തരം നൽകാൻ പറ്റുമെന്ന് നമുക്ക് വേണ്ടി അവര് നോമ്പ് തുറ സംഘടിപ്പിക്കാം. അതെ അതെ. മറ്റേ പൊതുവേദികൾ ഉണ്ടാകുന്ന സമൂഹ നോമ്പ് തുറ പോലെ അല്ലേ? രാഷ്ട്രീയക്കാരെ പറ്റൊക്കെ നടത്തുന്ന നോമ്പ് തുറല്ലേ? അതല്ലേ ഉദ്ദേശിക്കണേ? അതെ, മുസ്ലിം സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ അല്ല അതന്നെ. അപ്പൊ അതിലധികം അവരുണ്ടാവുക. അത് നോമ്പ് തുറയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം അവര് അവര് മുസ്ലിമായിരിക്കെ തന്നെ അവരിപ്പോ എന്തിനെയാണ് ബഹുമാനിച്ചത്? നമ്മള് ഷിയാറിനെ ബഹുമാനിച്ചത്. അപ്പൊ നമ്മൾ ഷിയാറിനെ ബഹുമാനിക്കുന്ന ആ വിഷയത്തിൽ പോകുന്നതിൽ അവര് നമ്മളെ ഇഹ്തിറാം ചെയ്തു, നമ്മൾ ഷിയാറിനെ ഇഹ്തിറാം ചെയ്തു എന്നതാ വന്നത്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ നേരെ ആന്റിയാണിത്. ഇത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്, പങ്കെടുക്കാവുന്നതാണ്, വേറെ അപകടങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ. കോഴിക്കളിയാട്ടോ? മൂന്നിയൂർ കോഴിക്കളിയാട്ടം മമ്പുറന്തങ്ങൾ അനുഗ്രഹിച്ചിരുന്നു എന്ന് അന്ന് നേരിട്ട് കണ്ട ഒരാൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നാണോ പറയുന്നത്? അനുഗ്രഹിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് തെളിവ് ഇങ്ങനെ കൊണ്ടുവന്നാൽ പോരാ മോനെ. അത് അന്വേഷിച്ച് അതിന്റെ പ്രാഥമിക സോഴ്സിൽ നിന്ന് വിവരം കിട്ടുകയും അപ്പൊ ആ സമയത്ത് തങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഡീറ്റെയിൽസ്. അത് ഇമാതിരി വാർത്ത എത്തിയിട്ടൊന്നും നമുക്കൊരു വിഷയം അംഗീകരിക്കാനും തങ്ങളെ പേരിലേക്ക് അത് വെച്ചിട്ടാനും പറ്റില്ല. മരിച്ചാൽ 7, 14, 20 കഴിക്കുന്നത് ഹിന്ദു ആചാരത്തോട് സമാനമല്ലേ? ഏത് നിലക്ക് സമാനം? അത് മുസ്ലിം ആചാരമാണ്, മദീനയിൽ കഴിച്ചിരുന്നതാണ്, സുൽത്താന്റെ സഹാബത്ത് ചെയ്തിരുന്നതാണ് എന്നൊക്കെ പ്രമാണങ്ങൾ ഉള്ളതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഹിന്ദുക്കൾ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടോ നമുക്കറിയില്ല. ഇത് അവിടെ നമ്മൾ പകർത്തിയതല്ല, നമുക്ക് തന്നെ നേരത്തെ ഉള്ളതാണ്.
ഓണം ഹിന്ദു ആചാരമല്ല എന്നും പറയുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നൗറൂസിനെ കുറിച്ച് നമ്മൾ വായിച്ചില്ലേ, പുതുവർഷം എന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ ആ പുതുവർഷം വന്നത് അവരുടെ ആരാധനാ വഴികളിലാണെന്ന് മാത്രം. ഇവിടെ വാമന ദേവനെ ചവിട്ടിയിട്ട് പിന്നെ കുറ്റം പറഞ്ഞതിന് കേസ് കൊടുത്ത ആളുണ്ട് ഇവിടെ. നമ്മള് പിന്നെ അങ്ങനെ അല്ലാന്ന് പറഞ്ഞ കാര്യമില്ല. ഉത്സവവേളയിൽ പറ, എന്താ പറഞ്ഞേ? സമാപിക്കാനായിട്ടുണ്ട്. അതാ നല്ലത്. ഒരു കാര്യം ചെയ്യ്, കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ചോദ്യങ്ങൾ സമാഹരിക്കട്ടെ, വേണമെങ്കിൽ കുറച്ച് കടുപ്പുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരു വേദിയിൽ അതിന്റെ 2ാം ഘട്ടം വെക്കാന്ന് പറയും. ഇൻഷാ അല്ലാഹ് ഖാസായിട്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ സൗകര്യപ്പെടുമെങ്കിൽ ഇനി മറ്റൊരു വേദി കൂടി സൗകര്യപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ് ശ്രമിക്കാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഉസ്താദ് അവർ തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞ കാര്യമായ വിഷയങ്ങളും തശബ്ബുഹിന്റെ പല ഇനങ്ങളും പല ഘട്ടങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ആചാരങ്ങളുമായി സാമ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഉസ്താദ് കഴിവിന്റെ പരമാവധി പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട മുത്തല്ലിമീങ്ങൾ എല്ലാവരും പോയിന്റുകളൊക്കെ നിങ്ങൾ കുറിച്ചെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഇൽമുകൾ അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല ഇൽമാക്കി അല്ലാഹു തആല നമുക്ക് കേട്ടതിനെല്ലാം സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു. ഉസ്താദ് അവർക്ക് ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ പിരിയുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.